Hello everyone, my name is Arun. Welcome back to a new Battleground series. Today's Battleground series നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ്. ഓക്കെ, ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ കൊണ്ടിട്ട് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ഓൾസോ, ബട്ട് സ്റ്റിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബിക്കോസ് അത്രമാത്രം ഇൻ്റഗ്രേഷൻസ് ഒന്നും ഇവിടെ അങ്ങനെ ചോദിക്കലില്ല. ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കേണ്ട മെയിൻ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കേർവ്സിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരബോള, എലിപ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് കേർവ്സ്, ഈവൻ സർക്കിൾസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഒന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ബിഫോർ സ്റ്റാർട്ടിങ് ഇൻ ടു അവർ 5-year question paper, I do want to recommend you to do all the examples. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്ന ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സാമ്പിൾസ് എല്ലാം ചെയ്തോളുക. ബിക്കോസ് ഇറ്റ്സ് ഗോണ ബി വെരി ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ ആസ് വെരി വൈറ്റൽ. ഓക്കെ, എന്തായാലും ചെയ്യണം, അത് ചെയ്തിട്ടേ പോവാളൂ. സോ ദാറ്റ്സ് ഇറ്റ്. സോ വിതൗട്ട് എനി ഡിലേ നമുക്കൊന്ന് പോവാം. 5-year question paper നമുക്കൊന്ന് സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ ജനറൽ ഐഡിയ. ദെൻ ഐ ഹോപ്പ് ലൈക്ക് വാട്ട് എവർ ഡൗട്ട്സ് യു ഹാവ് ഇറ്റ്, ഐ വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, നമുക്ക് മാക്സിമം നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അടുത്ത ഒരു സെക്ഷൻ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ ഒരു ടോപ്പിക്ക് വളരെ കോൺക്രീറ്റ് ആയിരിക്കും. ലെറ്റ്സ് സീ. Okay, അപ്പോൾ നമുക്ക് 5-year question paper, 2019 March paper. Just take a note of it, just see it and then analyze it yourself. അതൊന്ന് എല്ലാം ഒന്ന് ചെയ്തിട്ട് ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം we will get back to the answers. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, സോൾവ് ചെയ്യാം. Okay, I'm giving you some time, just pause it and just do it. So once you have done that one, then come back. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് 2019 March ക്വസ്റ്റ്യൻസ് നോക്കാം. Okay, we will solve it and we will check. Now on to the first question, A part. Area bounded by the curve y is equal to f of x and the line x is equal to a, x is equal to b and the x-axis is, these are the 4 options. This is a very important question. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറുമുള്ള മൾട്ടിപ്പിൾ ചോയ്സിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് വാട്ട് യു ആർ അപ് ടു. ഓക്കെ, എന്താ നിങ്ങൾ ഇവിടെ നോക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെക്ക് ഔട്ട് ചെയ്യുന്നത്, നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. പക്ഷേ അതിന് മുമ്പേ എനിക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ പറയണമെന്നുണ്ട്. ഓക്കെ, നൗ ഇൻ്റഗ്രേഷൻ പഠിച്ചു. സാർ എന്ത് ഇൻ്റഗ്രേഷൻ, കുറേ എക്സസൈസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും കൂടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഒരു ചാപ്റ്ററും കൂടെ അല്ലേ. സോറി ഫോർ ദാറ്റ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻ്റഗ്രേഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതൽ ഇൻ്റഗ്രേഷൻ ഒന്നും ആവശ്യമില്ല. യു ജസ്റ്റ് നീഡ് ടു ഹാവ് എ നോർമൽ ഇൻ്റഗ്രേഷൻ. നിങ്ങൾക്ക് അറിയണം, വലിയ പാർഷ്യൽ ഫ്രാക്ഷനോ അതോ ഇതൊന്നും കൂടുതലായിട്ടൊന്നും വരില്ല ഇവിടെ ജസ്റ്റ് ടെക്നീക്ക്, അതിൻ്റെ ആപ്ലിക്കേഷൻ, ദാറ്റ്സ് ഇറ്റ്. അതെങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാം, അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെ വേർഡ് പ്രോബ്ലം അല്ലേ, അങ്ങനെയൊക്കെ ഒരു സെറ്റ് ഓഫ് തിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഓക്കെ, അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ജസ്റ്റ് വാച്ച് ഇറ്റ് ഫ്രം ഹിയർ ടിൽ ദ എൻഡ്. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് സേ ബിഫോർ ഐ സ്റ്റാർട്ട് റൈറ്റ് നൗ. ഓക്കെ, എന്തായാലും കൂടുതൽ ബോറടിപ്പിക്കും, നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷേ അതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് ബേസിക് വളരെ പെട്ടെന്ന്. നൗ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ നിങ്ങൾ ഇതുവരെ 11 എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതെന്താ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ചിലപ്പം മേ ബി സോ മെനി സ്റ്റുഡൻസ് വോണ്ട് നോ. ഓക്കെ, എന്തിനാണ് നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ അവിടെ കണ്ടുപിടിച്ച എല്ലാ ആൻസറും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ നിങ്ങൾ എപ്പോഴും അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഒന്നീ വൈ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ, ഓർ എക്സ് ക്യൂബ് പ്ലസ് 1 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു അല്ലേ ഇക്വേഷൻസ് നിങ്ങൾക്ക് അവിടെ. അപ്പോൾ ഞാനിവിടെ പറയുകയാണ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ബിക്കോസ് എഫ് ഓഫ് എക്സ് ആണല്ലോ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എഫ് ഓഫ് എക്സിൻ്റെ വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് ഉള്ള സ്പെസിഫിക് വാല്യൂ എക്സിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അവിടെ വൈൻ്റെ അവിടെ എന്താണ് വരുന്നത് എന്ന് പറയുന്നതാണ് ആക്ച്വലി യു ആർ എഫ് ഓഫ് എക്സ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ എഫ് ഓഫ് എക്സ് കിടന്ന് അല്ലെങ്കിൽ വൈ കടന്നു കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. എന്നിട്ട് അടുത്ത ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട്, നമ്മളെ ഏരിയ ഓഫ് വാട്ട്, ഏരിയ അണ്ടർ ദ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന കർവിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന ആ കർവ് അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു ലൈൻ ആയപ്പോൾ ഓക്കെ. പക്ഷേ ആ ഒരു കർവിൻ്റെ താഴത്തെ റീജിയൻ്റെ ഏരിയയാണ് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതാ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. അത് അറിഞ്ഞുകൂടാത്തുള്ള ആൾക്കാർ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ, ഇത് പക്ഷേ ബൗണ്ടഡ് ഏരിയ അല്ല. ബൗണ്ടഡ് ഏരിയ അല്ലെന്ന് പറയാൻ കാരണം ഇപ്പോൾ നോക്കിയേ, ഇത് എങ്ങോട്ടാ ഏതുവരെയാണ് പോകുന്നത്? ഐ ഡോണ്ട് ഹാവ് എനി റെസ്ട്രിക്ഷൻ. എനിക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, വാല്യൂ ഇട്ടുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും.
അപ്പോൾ സോ ഇറ്റ് ഈസ് നോട്ട് ഡെഫിനിറ്റ്. ഐ ഡോണ്ട് നോ എ ഡെഫിനിറ്റ് വാല്യൂ. എനിക്കറിയില്ല ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ട് ഇത് കിട്ടില്ല ഇത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, വി ജസ്റ്റ് ആഡഡ് എ കോൺസ്റ്റൻറ്റ് സി എന്ന് പറഞ്ഞിട്ട്, വിച്ച് ഈസ് ഇൻഡെഫിനിറ്റ്. ഐ ഡോണ്ട് നോ ഇറ്റ്, ഇറ്റ് മൈറ്റ് ബി ലൈക്ക് ദിസ്, അതങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇതുവരെ സി ആഡ് ചെയ്തുകൊണ്ടത് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഡെഫിനിറ്റ്. ഐ ഡോണ്ട് നോ ഡെഫിനിറ്റ്ലി ഇതാണെന്നുള്ളത്, ബിക്കോസ് ഇറ്റ്സ് കീപ്പ് ഓൺ ഗോയിങ് അല്ലേ, കർവ് പോകുന്നതനുസരിച്ച് ഏരിയയും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ വാട്ട് വി ലേൺഡ് ആഫ്റ്റർ വാസ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അവിടെ എന്താ നമ്മൾ പഠിച്ചേ, ദ സെയിം ആക്സിസ്, നമ്മുടെ സെയിം ആക്സിസ് തന്നെ വിത്ത് ദ സെയിം കർവ്. ബട്ട് ഈ ഒരു സമയത്ത് എന്താ നമ്മൾ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മളൊരു പോയിൻ്റ് എടുത്തു അല്ലേ, എ എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ്. നമ്മൾ ഇതേ ഗ്രാഫ് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ വേറൊരു പോയിൻ്റ് എടുത്തു, ബി എന്ന് പറഞ്ഞിട്ട്. പോയിൻ്റ് എടുക്കുകയല്ല, നമ്മുടെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്, ദിസ് ഇസ് വൺ പോയിൻറ്റ്, ദിസ് ആൻ അനദർ പോയിൻറ്റ് ഇൻ എക്സ് ആക്സിസ്, and this is in fact again your x's, x and y. അപ്പോൾ ഈ എക്സിനകത്ത് 2 പോയിൻ്റ് എടുത്തു. അങ്ങനെ പോയിൻ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏരിയയാണ് നമ്മൾ എവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, യുവർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിനകത്ത്. ബിക്കോസ് യു ഡെഫിനറ്റ്ലി നോ ദിസ് ഇസ് എൻക്ലോസ്ഡ്, ഇതെന്ന് വെച്ചാൽ അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനകത്തുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി. സോ ഐ വിൽ ഗെറ്റ് എ പ്രോപ്പർ വാല്യൂ. അപ്പോൾ എനിക്കൊരു കറക്റ്റായിട്ടൊരു പിക്ചർ കിട്ടും, കറക്റ്റായിട്ടൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് സോ ഫാർ. അപ്പോൾ ഇവിടെ നമ്മൾ പൊതുവെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ, ഇൻ്റഗ്രേറ്റ് ഓഫ് വാട്ട്, എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം, എങ്ങനെയാണ്, ഇൻ്റഗ്രേറ്റ് വൈ ഡി എക്സ്, വൈന് പകരം നമ്മൾ ആ ഇക്വേഷൻ പിന്നെ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയാനെ, where you have lower limit and upper limit. ഏതാണ്, a and b with what, the same thing, which is f of x dx. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ a to b y dx എന്ന് എനിക്ക് വേണമെങ്കിൽ എഴുതാം, റൈറ്റ്. ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക, കുറച്ച് ഒരു കൺസെപ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വെക്കുക. ഇഫ് യു ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ് വൺ ഓർ എൽസ് നോ പ്രോബ്ലം. ഇപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം വിത്ത് റിലേറ്റ് ടു ദിസ്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to f of x, yes, a curve, and the lines, ഏതൊക്കെ ലൈനാണ്, x is equal to a and x is equal to b. ഇനി അടുത്തത്, ഇപ്പം ഞാൻ പെട്ടെന്ന് പറയുകയാണ് x is equal to 1 അല്ലെങ്കിൽ x is equal to 7 എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇഫ് ദിസ് ഇസ് ദ ആക്സിസ്, 1ൽ വരുന്ന ഒരു ലൈൻ ആണ് പറയുന്നത്. ഓക്കെ, എവിടെ വേണോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്താ, 1 തന്നെയല്ലേ. അപ്പം വൈക്ക് പാരലായിട്ട് പോകുന്ന ലൈനാണ് നിങ്ങൾ എക്സ് ഇസ് ഈക്വൽ ടു 1. പക്ഷെ അത് എവിടെ നിന്നാണ് പോകുന്നത്, 1 എന്ന് പറഞ്ഞ പോയിന്റിൽ. ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദിസ് ലൈൻ, ഇത് ലൈൻ, ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ ലൈനിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ദിസ് ഇസ് 7 ഹിയർ. അപ്പോൾ ലൈൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ 2 ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു, എക്സ് ഇസ് ഈക്വൽ ടു എ, എക്സ് ഇസ് ഈക്വൽ ടു ബി. അപ്പോൾ ഇവിടെ തന്നെയല്ലേ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ അവിടെ കൂടെ പോകുന്ന ലൈനിനെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത്, ഈ ഒരു ലൈൻ, റൈറ്റ്. ആൻഡ് ദെൻ ദ ബി ലൈൻ വിച്ച് പാസസ് ത്രൂ ദിസ്, ഈ ഒരു ലൈന്. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് പ്രോപ്പർ, പക്ഷേ ഇറ്റ് ഈസ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ, ഇത് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം നമ്മൾ ഇതുവരെ എന്താ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സെയിം ഏരിയ തന്നെയാണ്. ഏത് ഏരിയ, ഈ ഏരിയ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം അപ് ടു. അപ്പോൾ 2 ലൈന്, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ, എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ദെൻ ദ ലൈൻസ്, ഈ ലൈനും ഈ ലൈനും, ഓക്കെ, ആൻഡ് ദ എക്സ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇതിനകത്തുള്ള ഏരിയയാണ് എനിക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ, ഒന്നീ ഇത് അല്ലെങ്കിൽ ഇത്. ഇതിനകത്ത് ഏതാ കിടക്കുന്നതെന്ന് നോക്കിയേ, ഇതില്ല വൈ ആ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതും കറക്റ്റ് അല്ലേ. സോ യുവർ ആൻസർ ഇസ് 3. ഓക്കെ, നൗ ഒരു ജോക്ക് പറയാം. ഇറ്റ്സ് നോട്ട് എ ജോക്ക്, ഇറ്റ്സ് ആക്ച്വലി ഇറ്റ് വെൻറ്റ് റോങ്. ബിക്കോസ് എയും ബിയും, എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞു കേട്ടോ, എയും ബിയും. അവന് ഞാൻ പിന്നെ മനസ്സിലാക്കി, നമ്മൾ ഇതിനകത്ത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ എ ഈസ് സ്മോൾ, ഓക്കെ, എ ഈസ് സ്മോൾ ആൻഡ് ബി ഈസ് ബിഗ്. നമ്മൾ പൊതുവെ ആൽഫബറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എയ്ക്ക് നമ്മൾ അസൈൻ ചെയ്യല്ലേ വാല്യൂ, എ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് 1. അപ്പം ഹീ ജസ്റ്റ് ആർഗ്യൂഡ് മീ ദാറ്റ്, സാർ ഇവിടെ എന്താ ബി വരാത്തത്, ഇവിടെ എന്താ എ വരാത്തത്, ഓക്കെ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. പക്ഷേ എന്നാൽ ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം, അത്ര മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ കൂടെ ഞാൻ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ബിയും എയും അങ്ങനെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ചേഞ്ച് ഇറ്റ്, നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ കിടക്കുന്ന ഓപ്ഷൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ടു ബി ആണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് എ ടു ബി,
A is the small one, B is the big one. That's it. Okay. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പല പിള്ളേർക്കും വിചാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതെടുത്ത് പറഞ്ഞത് കേട്ടോ. സോ ദാറ്റ്സ് വാസ് പ്രിറ്റി ഈസി ഡിയർ. പക്ഷേ ഇതിനൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും ഡെഫിനറ്റ് ഇൻ്റഗ്രലുകളുടെ ജസ്റ്റ് ഒരു ക്രക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞിട്ട് I just went on. So that was your first question and this is the answer. Then more to the second question then. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഫസ്റ്റിൻ്റെ തന്നെ ബി പാർട്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ യൂസിങ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇതാണ് നമ്മളെ ഫിഗർ. അപ്പോൾ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഈ ലൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ദ കോർഡിനേറ്റ്സ്. നമ്മൾ എക്സ് ആക്സിസിൽ വരുന്ന 1ഉം 2 എന്ന് പറഞ്ഞ പോയിൻറ്റ്സിലാണ് നമുക്കത് മേളിലോട്ട് നമുക്ക് ലൈൻ പോലെ വരച്ചിട്ട് ദാറ്റ് ഈസ് ദ ഏരിയ വിച്ച് വോണ്ട് ടു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടുകൊള്ളുക. ഇതേപോലത്തെ ഒരു ഫിഗർ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഷെയ്ഡിങ് തന്നിട്ടുള്ളത് അവിടെ നിന്ന് എക്സ് ആക്സിസ് തന്നെ അതിൻ്റെ നമുക്ക് മനസ്സിലാക്കുക 1 എന്ന് പറഞ്ഞിട്ട് 2 വരെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതൊന്നും അല്ല സ്റ്റെപ്പ്. ഇത്ര മാത്രം മനസ്സിലാക്കുക. ഷെയ്ഡഡ് റീജിയൻ്റെ എക്സ് ആക്സിസിൻ്റെ അവിടെ കിടക്കുന്നതാണ് യുവർ ലോവർ ലിമിറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് യുവർ അപ്പർ ലിമിറ്റ്. അത്രയും മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്കൊരു കർവോ ലൈനോ എന്തെങ്കിലും തന്നിരുന്നു കഴിഞ്ഞാൽ യു ജസ്റ്റ് നീഡ് ടു നോ ദ ഇക്വേഷൻ. ഇനി നമുക്ക് അറിയേണ്ടത് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം. പൊതുവേ നമുക്കുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുക y = എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടും. ഓക്കെ, ആ ഒരു ഇക്വേഷൻ അതായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. y = എന്തെങ്കിലും പറഞ്ഞിട്ട് തരും. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കണം ഏതാണെന്നുള്ളത്. ചിലപ്പോൾ അത് ലൈൻ്റെ ഇക്വേഷൻ ആവാം, ചിലപ്പം പാരബോള, എലിപ്സ് അങ്ങനെയൊക്കെ ആവാം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന എന്താ ദ ഇക്വേഷൻ ഓഫ് എന്താ ലൈൻ ആണെങ്കിൽ ലൈൻ, കർവ് ആണെങ്കിൽ കർവ്, അങ്ങനെ എല്ലാത്തിൻ്റെയും ഇക്വേഷൻ ഇവിടെ കിടക്കും. അപ്പം നമുക്ക് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേഷൻ എഴുതും. ഓക്കെ, ലോവർ ലിമിറ്റ് നമ്മളിടും, അപ്പർ ലിമിറ്റ് ഇടും. ബിക്കോസ് എവിടെ നിന്ന് എവിടം വരെ. നൗ ഇവിടെ എന്താ വന്നേ y ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ പൊതുവേ y dx ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ y വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. yൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ ഇൻപുട്ട് ചെയ്യേണ്ടത്. എന്താണ് y എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ y എന്താണെന്ന് നമുക്കിവിടെ അറിയണം. അപ്പോൾ ഇപ്പോൾ നോക്കിയേ, ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടല്ലേ. ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആക്സിസ്. ഞാൻ ജസ്റ്റ് അവിടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനും ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നത് കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ 1 = 1,3. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ അല്ലേ. എക്സ് വൈ, ദിസ് ഇസ് 1. അപ്പം നമുക്ക് ഇതാണ് നമ്മളെ ലൈൻ. അപ്പോൾ y = എന്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാമെന്നറിയാമോ? ഇപ്പം 1 ആണ് എക്സ്, എന്നാൽ y എത്രയാണ്? 3 times x എന്ന് എഴുതിക്കൂടെ? ഇപ്പം ഇവിടുത്തെ പോയിൻ്റ് നോക്കിയേ, ഇവിടെ -1 ആണ്. ഈ പോയിൻ്റ് -1 അല്ലേ. അപ്പോൾ -1 × 3 times എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ -3. അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ് -3 അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിയേ, -3. ഹിയർ ഇറ്റ് ഈസ് 3. അപ്പം ഇവിടുത്തെ റിലേഷൻഷിപ്പ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ മനസ്സിലാവണം. ഇപ്പം നമുക്ക് ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇവിടെ നമുക്കുള്ള തന്നിട്ടുണ്ട്. എന്താണ് തന്നത്? y = 3x എന്ന് പറഞ്ഞ് തന്നിട്ടില്ലെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചു 3x. അപ്പോൾ അത് എവിടെ ഇടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഏരിയ = ഈ ഒരു ഫോമിൽ ഇടണം. എവിടെ 1 to 2 y എന്ന് വെച്ചാൽ എന്താ 3x dx. അപ്പോൾ ജസ്റ്റ് ഇൻറ്റിഗ്രേറ്റഡ്, ഗെറ്റ് ദി ആൻസർ. ദാറ്റ്സ് ഇറ്റ്. ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പാടുന്നില്ലല്ലോ. അതറിഞ്ഞുണ്ടെങ്കിൽ ഐ ക്യാൻ നോട്ട് ഹെൽപ്പ് യു മച്ച്. ഓക്കെ, അപ്പോൾ 3 കോൺസ്റ്റൻറ്റ്, എക്സിന് വന്നിട്ട് x²/2. എന്നിട്ട് നമ്മൾ അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യും. ഏതാ 1 to 2. അപ്പോൾ നമുക്ക് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻറ്റ് അതവിടെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 അകത്തോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ what I will get here is 3 into what? ഇത് വന്നിട്ട് കോമൺ 4 - 3 4 - 1 3. So this one, so which in effect I'm gonna get 9/2. 9/2 square unit. Because area അല്ലേ, square unit. That's it. Okay, that's the answer for the B part. വളരെ ഈസി അല്ലേ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിപ്പിച്ചത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ വേണം നോക്കാൻ. ഇതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇത്ര ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ലോവർ, അപ്പർ, ദെൻ ദിസ് ഇസ് ദ ഇക്വേഷൻ വിച്ച് യു നീഡ് ടു നോ
ഓക്കെ, അത് നമുക്ക് അറിയണം എന്തായാലും. പിന്നെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി therefore my area is equal to 1 to 2 y dx, which y is what? y എന്ന് വെച്ച് കഴിഞ്ഞാൽ 3x ആണ്. അത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടി, ഞാൻ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മനസ്സിലാക്കുക, ഇക്വേഷൻ അല്ല ഈ പോയിന്റ്സ് വെച്ചിട്ട് മനസ്സിലാക്കുക. then get it over with the question then. Move on to the second question then. Our second question, first part, find the area bounded by the curve y is equal to sin x and the line x is equal to 0 and 2 pi and the x-axis. അപ്പോൾ അതുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സി നമുക്ക് എന്താണ് ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് അല്ലേ. എങ്ങനെ ഇരിക്കും സൈൻ എക്സ്? പൊതുവേ വി നോ ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ലൈക്ക് ദിസ് അല്ലേ, 0 എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സൈൻ്റെ വേവ് പോകുന്നത്. ഞാൻ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്ത് കുറച്ചൊന്ന് വലുതായിട്ട് വരച്ചെന്ന് മാത്രം, സോ ദാറ്റ് യു ഗെറ്റ് എ ക്ലിയർ ഐഡിയ. ഓക്കെ, അപ്പോൾ നമുക്കിത് y ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് എന്തിൻ്റെ ഗ്രാഫാ? സൈൻ എക്സിൻ്റെ ആണ്, റൈറ്റ്? ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൈൻ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടിങ് ഫ്രം 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി മൂവിങ് ലൈക്ക് ദിസ്. പക്ഷേ അത് 0 കൂടെ പാസ് ചെയ്ത് പോകും, ബിക്കോസ് സൈൻ 0യുടെ വാല്യൂ 0, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്, റൈറ്റ്? ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഇത് പറയുന്ന മുമ്പേ ഇപ്പോൾ എപ്പോഴെങ്കിലും പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 5, എക്സ് ഇസ് ഈക്വൽ ടു 7 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ആക്സിസ്. എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 1 2 3 4 5 ആ ഒരു പോയിന്റിൽ വരുന്ന ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദ വൈ ആക്സിസുമായിട്ട് വരുന്ന ലൈനാണ് എക്സ് ഇസ് ഈക്വൽ ടു 5. എക്സ് ഇസ് ഈക്വൽ ടു 7 എന്ന് വെച്ചാൽ എന്താ? നമ്മൾ 6 7 അവിടെ പോകുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്താ? അത് അവിടെ തന്നെ എന്ന് വെച്ചാൽ അവിടെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 0യിൽ തന്നെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വൈ ആക്സിസ് അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 0 ഒന്ന് ആലോചിച്ചേ. അപ്പോൾ വൈ ആക്സിസ്, റൈറ്റ്? ഓക്കെ, ദെൻ വാട്ട്? ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 പൈ. എക്സ് ഇസ് ഈക്വൽ ടു 2 പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഗ്രാഫ് കുറച്ചൊക്കെ ഒരു ഐഡിയ വേണം എന്താണെന്നുള്ളത്. അത് 0 ആണെങ്കിൽ ഇത് എത്രയാ? π/2. അങ്ങനെ അത് π/2 ആണെങ്കിൽ ദിസ് ഈസ് യുവർ പൈ ആൻഡ് ദിസ് ഹാഫ് ഈസ് ആക്ച്വലി യുവർ 3 π/2 ആൻഡ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 പൈ. ഇങ്ങനെയാണ് നിങ്ങൾ എന്നിട്ട് ഓരോന്നോരോന്നോരോന്ന് കറസ്പോണ്ടിങ് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ അടുത്ത ലൈൻ എവിടെ നിന്നാണ് പറഞ്ഞത്? എക്സ് ഇസ് ഈക്വൽ ടു 2 പൈ. അപ്പം ഏതുവരെയാ? ഇവിടെയാണത് 2 പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് ടു ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 പൈ. അപ്പോൾ ഇതിനകത്ത് ഇടയിലുള്ള ഈ ഏരിയയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. കാണിച്ചു തരാം. ഇത് ഓക്കെ, ഇതേപോലെ നമുക്ക് നോക്കിയാൽ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരയ്ക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഇത് ഈ ഏരിയ കിടക്കുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഏരിയ കണ്ടുപിടിക്കാനുള്ള. ഫൈൻ, സോ ദാറ്റ് ഇസ് ഡൺ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇനിയിപ്പം ഞാൻ ഇപ്പം ഇവിടെ തന്നിരിക്കുന്നത് എന്താ? എക്സ് ഇസ് ഇക്വൽ ടു 0, എക്സ് ഇസ് ഇക്വൽ ടു 2 പൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് ചാടി കയറിയിട്ട് 0 to പൈ 2 പൈ എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ഇപ്പം വൈ ഡി എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെക്കലും അതിനെക്കാട്ടി വേറൊരു കുറച്ചും കൂടെ നല്ല രീതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെ ഇത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയേ, ഈ ഒരു പാർട്ട് എന്ന് വെച്ചാൽ π/2, ഇത് നമ്മൾ π/2 ആണല്ലോ. ഈ ഒരു പാർട്ട് തന്നെ അല്ലേ ഓവർ ഹിയർ, ഇതിൻ്റെ ഇവിടെയും എന്നിട്ട് വന്നിട്ട് ഇതാ ഈ ഒരു പോർഷനിലും സെയിം ഏരിയ തന്നെ ആയിരിക്കില്ലേ, ഇതും. അപ്പോൾ യു ഹാവ് 4 times. അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ഡു ഇസ്, ഓക്കെ, ദിസ് ഇസ് എ ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാഫ് എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു വേവിൻ്റെ ഹാഫ്. അപ്പോൾ ഏത് തൊട്ട് ഏത് വരെ? ഇറ്റ്സ് ഫ്രം 0 to π/2. 0 to π/2. ബിക്കോസ് ഞാൻ ഇങ്ങനെ എടുക്കാൻ കാരണം 2 പൈൻ്റെ ഒക്കെ വാല്യൂ പലപ്പോഴും കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഡോണ്ട് ഡു ദാറ്റ്. സോ 0 to π/2. എന്നിട്ട് ഇതിൻ്റെ ഫംഗ്ഷനും എന്ത് തന്നെയാണ്? ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇങ്ങനെ എഴുതാം, വൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ഒരു ഹാഫ് കിട്ടി. ബട്ട് ഹൗ മെനി ഹാഫ്സ് വി ഹാവ് 4 of them. So 4 into
ഇൻ്റഗ്രൽ. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ. എനിക്ക് തോന്നുന്നു അങ്ങനെ കിട്ടിയെന്ന്. എനിക്ക് ഇതിൻ്റെ ഇതുമായിട്ടുള്ള ഒരു റിലേഷൻ, നോട്ട് ഒരു റിലേഷൻ ആക്ച്വലി, അതിൻ്റെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത്തിൽ ഞാൻ എഴുതിയത്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് യു വിൽ ഗെറ്റ് ടോട്ടലി കൺഫ്യൂസ് വിത്ത് ഇറ്റ്. അങ്ങനെ വല്ല സൈൻ വേവ് കോസ് വേവ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ഡു എസ്, നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു 4 ടൈംസ് അതിൻ്റെ ഓരോന്നിൻ്റെ ഹാഫ്. അപ്പോൾ ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 0 to π/2. 0 ഇതെന്ന് വെച്ചാൽ 0 to the next one is π/2. അപ്പോൾ 0 to π/2 നമ്മളെ y dx ഫംഗ്ഷൻ മാറുന്നില്ലല്ലോ. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് therefore ഏരിയ ഈസ് ഈക്വൽ ടു 4 into 0 to π/2. നമുക്കിവിടെ y എഴുതാൻ പറ്റില്ലല്ലോ. y എന്താ? y എന്ന് വെച്ചാൽ sin x ആണ്. സോ യു ഹാവ് ഹിയർ sin x dx. അപ്പോൾ ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈക്വൽ ടു -4 into ഇത് വന്നിട്ട് മൈനസ് കോസ് എക്സ് 0 to π/2, റൈറ്റ്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 4 into, അപ്പോൾ മൈനസ് വേണമെങ്കിൽ വെളിയിലെടുക്കാം, നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? കോസ് π/2 മൈനസ് യുവർ ലോവർ ലിമിറ്റ് കോസ് 0. അപ്പോൾ നമുക്ക് -4 into കോസ് 90 0 മൈനസ് കോസ് 0 1. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ യു ആർ ഗെറ്റിംഗ് 4 square unit, right? So that is supposed to be the area of this particular question 2a. അപ്പോൾ നമുക്ക് ബി പാർട്ട് ഒന്ന് ചെയ്ത് നോക്കാം. On to the second question. 2 fences are made in a grass field. ഇതാണ് നമ്മുടെ ഗ്രാസ് ഫീൽഡ് as shown in the figure. A cow is tied at the point O. Okay, O എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു കൗവിനെ കെട്ടിയിട്ടുണ്ട് വിത്ത് എ റോപ്പ് ഓഫ് ലെങ്ത് 3 meters. അപ്പം 3 meter വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു പശുവിൻ്റെ നീളം, ആ റോപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് 3 meter വെച്ചിട്ട് ഞാനിവിടെ കെട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് കുറച്ച് ഈ ഒരു മാർക്കിങ്സ് കണ്ടോ, അതൊരു 20 meter ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിവിടെ 10 ആയിട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഞാൻ 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ കുഞ്ഞതാവും. അപ്പം വാട്ട് ഐ എം ഡൂയിങ് ഇസ്, ഞാൻ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് ഒന്ന് സ്കെയിൽ അപ്പ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പശു. ഓക്കെ, മേ ബി ഐ എം ജസ്റ്റ് ഗിവിങ് യു, ഇത് മേളിൽ നിന്നാണ് ഇത് കിടക്കുന്നത് കേട്ടോ. 2 wall ഉണ്ട്, 2 wall ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്സ്. മേ ബി മൈ പിക്ചർ വോണ്ട് ബി ദാറ്റ് ഗുഡ്, അപ്പോൾ അത്ര നല്ലതായിരിക്കില്ല. പക്ഷേ എന്താ പോലെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്ന് തോന്നുന്നു. ഇപ്പോൾ സപ്പോസ് ഇപ്പം മേളിൽ നിന്ന് സപ്പോസ് ഇങ്ങനെയൊക്കെയാണ് പശു ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാനൊരു 3D ഒരു മേളിൽ നിന്ന് ഒരു പിക്ചർ വരയ്ക്കുകയാണ്. അപ്പോൾ സപ്പോസ് ഇതാണ് അതിൻ്റെ കൊമ്പ് കാര്യങ്ങൾ. ഇറ്റ്സ് നോട്ട് സീംസ് ടു ബി നൈസ്, ബട്ട് യു ആർ റിയലി ഗെറ്റിംഗ് ഇറ്റ്. ഐ ആം തിങ്കിങ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, ഇത് നേരെ കെട്ടിയിരിക്കണേ എങ്ങോട്ടാ? ഇവിടോട്ട്. അപ്പോൾ അവിടെ ഒരു പശു നിൽപ്പുണ്ട്. ഓക്കെ, ഇതാണ് എന്താന്ന് നമ്മളെ പശു. ഇതാണ്, ദിസ് ഇസ് മൈ കൗ. ഓക്കെ, നോട്ട് മൈ കൗ, അവർ കൗ. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ വാല്, അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പശു അവിടെയുണ്ട്, വിച്ച് അതിൻ്റെ റോപ്പ് എത്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 3 meter എന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് 3 meters. എന്നിട്ട് ഫസ്റ്റ് പാർട്ട്, അപ്പോൾ ഇത്രയും കോൺട്രാസ്റ്റ് മനസ്സിലായല്ലോ. ഒരു 3 meter ഞാൻ പറഞ്ഞു, ഈ 20 ആണ് ഇതിൻ്റെ ഫെൻസെങ്കിലും ഞാൻ ഈ 3 meter ഞാൻ ഇത്ര ലോങ് ആയിട്ട് വരച്ചത്. നിങ്ങൾക്ക് 3 meter ഞാൻ ചെറുതായിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ 3 meter ഞാൻ കുറച്ച് വലുതായിട്ട് വരച്ചത്. ഓക്കെ, എന്നിട്ട് മുകളിൽ നോക്കുക, കൗ ഇവിടെയുണ്ട്. ഇറ്റ് ക്യാൻ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങോട്ട് പുല്ലൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഡു 1 by 1. യൂസ് ഇൻ്റഗ്രേഷൻ to find the maximum area of grass that the cow can graze with the fence. അപ്പോൾ ഈ ഒരു ഫെൻസിനകത്ത് നിന്ന്, ഇപ്പോൾ ഫെൻസ് ആണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഈ പശുവിന് എന്തായാലും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ പശുവിന് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, ബിക്കോസ് ദർ ഇസ് ഫെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിൽ. ഓക്കെ, മതിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പശുവിന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്രാസ് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രത്തോളം ഏരിയ ഈ ഒരു ഗ്രാസിന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇവിടെയല്ലേ 3 meter റോപ്പ് കിടക്കുന്നത്. അപ്പോൾ 3 meter ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെയും 3 meter ഇങ്ങനെയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതൊരു സെമി സർക്കിളായില്ലേ. ജസ്റ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 meter ആടുന്നു കഴിഞ്ഞാൽ 3 meter ഇങ്ങോട്ടും 3 meter ഇങ്ങനെയും. സോ ദിസ് വൺ ഫീൽസ് ലൈക്ക് എ സെമി സർക്കിൾ, റൈറ്റ്? ഒരു സെമി സർക്കിളിൻ്റെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറിയേണ്ട കാര്യം സർക്കിളിൻ്റെ ഒരു 1 by 4 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. സർക്കിളിൻ്റെ ഇക്വേഷൻ ഞാൻ പൊതുവേ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ പറയാറില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ x + h the whole square plus y minus x minus h the whole square plus y
മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ് പൊതുവെയുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ. അതിനകത്ത് എച്ചും കെയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നമ്മളെ ഒറിജിൻ്റെ പോയിന്റ്, നമ്മളെ എക്സ് കോർഡിനേറ്റും ഓക്കെ ഒറിജിൻ്റെ എക്സ് വാല്യൂവും വൈ വാല്യൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ഇതിരിക്കുന്നത്? ഒറിജിനല്ലേ, വിച്ച് ഈസ് 0,0 അല്ലേ? അങ്ങനെ 0,0 ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ what will be this value? This will be 0. അപ്പോൾ 0 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും എഴുതാൻ പറ്റുക? x minus 0, that is x square, plus what do you have here? y 0 ആണ്, y, that is y square, that is equal to r എന്താ? The radius, which is 3 square, which is okay 3 square എന്ന് എഴുതാം. So that you identified, അതാണ് r, which gives me r x square plus y square is equal to 9 എന്ന് കിട്ടി. This is very important. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി നീഡ് ടു നോ ദ ഇക്വേഷൻ സോ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ, ഇത് നമുക്ക് എപ്പോൾ എടുക്കാം എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് നോക്കിയേ. നമുക്കിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ് നമ്മൾ പഠിക്കുന്നത്. വി വോണ്ട് ടു ഫൈൻഡ് വാട്ട് ദ മാക്സിമം ഏരിയ. സോ ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാക്സിമം ഏരിയ ഇസ് ഈക്വൽ ടു what you have here is നമുക്ക് ലിമിറ്റ് എഴുതാം 0 to what? 0 to നമ്മളെ ഈ പോയിന്റ് നമുക്ക് ഇവിടെ എഴുതി വെച്ചിരിക്കണമല്ല 3 to 1. അപ്പോൾ ബിക്കോസ് നമ്മളെ റേഡിയസ് എന്ന് പറഞ്ഞത് 0 to 3 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ റേഡിയസ്. അപ്പോൾ അതിൻ്റെ മാക്സിമം എത്രയാണ്? 0 നിന്ന് 3 വരെ. ഓക്കെ, ദാറ്റ് ഈസ് 0 to 3 ഈസ് ദ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. അപ്പോൾ ഏത് ഫംഗ്ഷനാണ്? നമുക്ക് ഈ ഫംഗ്ഷനാണ്. ഇതാണോ ആക്ച്വലി നമ്മളിപ്പോൾ പൊതുവെ എങ്ങനെ എഴുതുന്നത്? വൈ ഡി എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണ്ടേ? പക്ഷേ വൈൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പം നമുക്കതിന് വൈയിലോട്ട് ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് വൈയിലോട്ട് ചേഞ്ച് ചെയ്യുക നോക്കിയേ. സോ ക്യാൻ ഐ റൈറ്റ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന്, എന്നിട്ട് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ, റൈറ്റ്? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എടുത്തൂടെ? സോ വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ഹിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to 3 എന്താണ് ഈ ഫംഗ്ഷൻ. അപ്പോൾ എന്താണത്? റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എനിക്ക് കിട്ടും. ഇനി ചിലവർക്കൊക്കെ ചിലപ്പോൾ ഡൗട്ട് തോന്നും. എന്താണെന്നറിയോ? ഡൗട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാഫ് അല്ലേ, ഇതൊരു ക്വാർട്ടറാണ്. ദിസ് ഇസ് അഗെയിൻ ലൈക്ക് എ ക്വാർട്ടർ, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു ഫുൾ സർക്കിളിൻ്റെ ഒരു ക്വാർട്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 1/4 ഇടേണ്ടതെന്ന് ആലോചിക്കും. പക്ഷേ നോ നീഡ്. വൈ? ബിക്കോസ് നമ്മളെ ലിമിറ്റ് ചെയ്ത് തൊട്ടുകൊണ്ടാണ് 0 to 3 വരെയാണ് ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ 1/4 എടുക്കുന്നില്ല. ജസ്റ്റ് ബി ക്ലിയർ വിത്ത് വാട്ട് ഐ എം ടെല്ലിങ്. ഞാൻ 0 to 3 വരെ ഒരു ഡെഫിനിറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഐ ഹാവ് ദ ഫംഗ്ഷൻ ഹിയർ 0 to 3 എനിക്കുണ്ട്. ദെൻ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് ഇൻറ്റഗ്രേറ്റ്. ദാറ്റ്സ് ഗോണ ബി ദ ആൻസർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. നൗ ദി അതർ ക്വസ്റ്റ്യൻ, അതിന് ഏത് ഫോമില ഒന്ന് നോക്കിയേ. ഇറ്റ് ഈസ് 0 to 3, ദെൻ ഇത് വന്നിട്ട് ഇങ്ങനെയല്ലേ 3 square മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ ഫോർമുല എന്താണ്? നമ്മളെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ആ ഇൻറ്റഗ്രേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ പെട്ടെന്ന് ഇതിലോട്ട് വരുമ്പോൾ കുറേ കൺഫ്യൂഷൻ തോന്നാം. ഇൻറ്റഗ്രൽ ഇപ്പം എ ടു ബി അതൊക്കെ വിട്ടോ. റൂട്ട് ഓഫ് ഇപ്പോൾ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹൗ ഡു യു ഡു ഇറ്റ്, ഓർ ഹൗ ക്യാൻ യു ഗെറ്റ് ആൻ ആൻസർ ഹിയർ? അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? which is x by 2 then root of നമ്മളെ a square minus x square തന്നെയാണ്. പ്ലസ് what you have here, ഇനി അടുത്ത ഫോർമുല എന്താ? a square by 2 sin inverse x by a plus c എന്നാണ് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളത്. ദിസ് ഇസ് ദ ഫോർമുല ഓർ ദിസ് ഇസ് ദ ഐഡൻറ്റിറ്റി വാട്ട് വി ഹാവ്. ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുലയിൽ നമുക്ക് എഴുതിയിട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ വി ഹാവ് ദ ഫോർമുല അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമല്ലോ നമുക്ക് ആൻസർ. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എന്താണ്? എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്, എക്സ് തന്നെയാണ്. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ് എക്സ് ബൈ 2 ദെൻ റൂട്ടിനകത്ത് എന്താ? റൂട്ടിനകത്ത് ഇത് തന്നെ വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ എഴുതിക്കൂടെ 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന്. യെസ്. ദെൻ പ്ലസ് എ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 square, ദാറ്റ് ഈസ് 9 by 2. ദെൻ സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? എക്സ് തന്നെയാണ്. ദെൻ യു ഹാവ് വാട്ട്? ബൈ 3. അങ്ങനെയാണ്.
So and this is not just integration, idu vecha definite integral aanu. Appo we need to apply the limit. അല്ലേ, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ഹിയർ. ഓക്കെ, ഇവിടെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എക്സ് അപ്പർ ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഹിയർ 3 വരും, 3/2. ഓക്കെ, 3/2. ദെൻ റൂട്ട് ഓഫ് ഇത് വന്നിട്ട് ഇവിടെ 9 വരും. അപ്പോൾ 9 - 9 0. അപ്പോൾ ദ ഹോൾ ടേം വിൽ ഗോ. ഇത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ പ്ലസ് ഇവിടെ 3 വരും. അപ്പോൾ 3/3 1. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എപ്പോഴാണ് വരുന്നത്? ഓക്കെ, അപ്പോൾ ഇത് വേണ്ട കേട്ടോ, ഈ ടേം വേണ്ട. സോ ഇറ്റ് വിൽ ബി പ്ലസ് 9/2 ഉണ്ട്. ദെൻ സൈൻ ഇൻവേഴ്സ് 3 ഇവിടെ വരുമ്പോൾ 3/3 1 ആവും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 ഇസ് π/2. അപ്പോൾ π/2. ഓക്കെ, ദെൻ മൈനസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ്, ഇത് 0 ആയി. ദെൻ മൈനസ് ലോവർ ലിമിറ്റ്, അതിവിടെ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ടേം 0 ആവും. ഇവിടെ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 0 is 0. സോ യു ഡോണ്ട് നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. സോ വാട്ട് ഈസ് യുവർ ആൻസർ ഹിയർ? സോ ദ ആൻസർ ഹിയർ ഇസ് 9π/4 സ്ക്വയർ യൂണിറ്റ് ആണ് നമ്മളെ ഫസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, 9π/4. ഓക്കെ, 9π/4 ഇസ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് പാർട്ട്. ഇനിയിപ്പം സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ഇപ്പോൾ സെക്കൻഡ് പാർട്ട് കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഇപ്പം ഇഫ് ദർ ഇസ് നോ ഫെൻസ്, അപ്പോൾ ഈ ഫെൻസ് ഇല്ലായിരുന്നെങ്കിൽ ഫൈൻഡ് ദ മാക്സിമം ഏരിയ കണ്ടുപിടിക്കാൻ. മാക്സിമം ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഫെൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെയും ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ഥലത്തും പറ്റും, ഈ ഒരു സ്ഥലത്തും പറ്റും അല്ലേ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പാർട്ട് നമുക്ക് ഏരിയ കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരു പാർട്ടിൻ്റെ ഇൻറ്റു 4 ചെയ്താൽ പോരെ, നമുക്ക് ആൻസർ കിട്ടിയില്ലേ. സോ ദെയർഫോർ ദ മാക്സിമം ഏരിയ, സോ ദ സെക്കൻഡ് പാർട്ടിൻ്റെത്, സോ ദ റിക്വയർഡ് ഏരിയ is equal to 4 times what? 4 times ഇത്, which is 9π/4, which one cancel and you what you will get 9π. So 9π square unit ആണ് ഇതിൻ്റെ ആൻസർ. So that's the answer for my B part. വളരെ സിമ്പിൾ ആണ്, പക്ഷേ ഇറ്റ്സ് ലൈക്ക് ലിറ്റിൽ ഫണി ക്വസ്റ്റ്യൻ, നോട്ട് ഫണി, ലൈക്ക് എക്സൈറ്റിംഗ് ക്വസ്റ്റ്യൻ. പക്ഷേ കുറച്ച് ചെയ്യാനുണ്ട്, കുറച്ച് ആലോചിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അപ്പോൾ ദാറ്റ് വാസ് 2019 മാർച്ചിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ അടുത്ത 2018 മാർച്ചിൽ പോവാം. ലെറ്റ് സി. അപ്പോൾ ഇതും കൂടെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു ഫുൾ ഫ്ലെജ്ഡ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയൊക്കെയാണ്, എത്ര ഈസി ആണെന്നും കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എടുക്കുക, എന്നിട്ട് തന്നെത്താനൊന്ന് ചെയ്ത് നോക്കി വെക്കുക. ഇഫ് നോട്ട്, കം ബാക്ക്, വി വിൽ ഡു ഇറ്റ്. ഓക്കെ, സോ പൗസ് ദ വീഡിയോ ആൻഡ് ഡു ഇറ്റ്. ആൻഡ് സോ ഇഫ് യു ഗൈസ് ഹാവ് ഡൺ ദാറ്റ്, then come back, we'll start do the first question then. On to the first question. Find the area of the region bounded by the curve y square is equal to x axis and the line x is equal to 1 and x is equal to 4. ഇതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ് കർവ് തന്നിട്ടുള്ളത്? y square is equal to x എന്ന് പറഞ്ഞിട്ടാണ്. What is it? It's a parabola. It's a parabola. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിഞ്ഞുകൂടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഞാൻ 2 കാര്യങ്ങൾ പറയാൻ ബിഫോർ വി സ്റ്റാർട്ട് ഓഫ് വിത്ത് ഡൂയിങ് ദിസ് പ്രോബ്ലം. ഓക്കെ, അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഇറ്റ്സ് ഗുഡ്. ബിക്കോസ് ഇതിനകത്ത് നമുക്ക് ഡയഗ്രാം കാര്യങ്ങളും തന്നിട്ടില്ല. വി നീഡ് ടു ജസ്റ്റ് ഐഡൻറ്റിഫൈ ഹൗ ഇറ്റ് ഇസ്. നമ്മൾ മാത്സിനകത്ത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എഴുതി വരുമ്പോൾ അതിനെല്ലാത്തിനും, അല്ലെങ്കിൽ ഓരോന്നോരോന്ന് പുതിയ ഇപ്പോൾ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ അതിനൊന്ന് മാർക്ക് ചെയ്ത് നമ്മളതിനെ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടും. സോ അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് അറിയണം. എങ്ങനെ ഗ്രാഫ്? ഇപ്പം വൈ സ്ക്വയർ, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓക്കെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമ്മളെ പാരബോള ഇരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇതാണ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ പാരബോള. ഇപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാരബോള ലുക്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് രണ്ടും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. സോ ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയാണ് ഈ പ്രോബ്ലം. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്. സോ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്, ഇത് നമ്മളെ എക്സ് ആക്സിസ്, റൈറ്റ്? ദിസ് ഇസ് യുവർ വൈ ആക്സിസ്. ദെൻ പാരബോള എങ്ങനെ ഇരിക്കുന്നത്? ദിസ് വേ. ഇങ്ങനെയാണ് അതിരിക്കുന്നത്. ഓക്കെ, നോട്ട് ദാറ്റ് പെർഫെക്റ്റ്, ബട്ട് സ്റ്റിൽ യു ക്യാൻ മേക്ക് ഔട്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നത്. ഇനി അടുത്ത ചോദിച്ച് നിൽക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ കർവ് ദിസ് വൺ ഇൻ എക്സ് ആക്സിസ്. നമ്മൾ എക്സ് ആക്സിസിൽ എന്ന് വെച്ചാൽ താഴോട്ട് വേണ്ട, എക്സ് ആക്സിസിൽ ആൻഡ് ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1. ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിലേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ, എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ലൈൻ എങ്ങനെയാണ് ഫോം ഇരിക്കുന്നത്? ഇങ്ങനെയാണ് ലൈൻ ഇരിക്കുന്നത്. വേർ ദിസ് ലൈൻ ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 1.
അല്ലേ? യെസ്. നൗ എക്സ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വരും വിച്ച് ഇസ് 4. ഇവിടെ 4 വരുന്ന ഇവിടെ. ഇപ്പോൾ ഇത് 1, ഇത് 4, വിച്ച് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ലൈൻ. അപ്പോൾ ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു യുവർ വൈ ആക്സിസ്. അതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ ഏതാ റീജിയൻ ചോദിച്ചിരിക്കുന്നത്? ബൗണ്ടഡ് ബൈ യുവർ എക്സ് ആക്സിസ് ആൻഡ് ദീസ് ടു ലൈൻസ്. അപ്പോൾ ഏതാ റീജിയൻ? ദിസ് ഇസ് ദ റീജിയൻ വിച്ച് യു നീഡ് ടു ഫൈൻഡ്, അല്ലേ? ദിസ് ഇസ് ദ റീജിയൻ വിച്ച് യു നീഡ് ടു ഫൈൻഡ്. നൗ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തായാലും നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ഏരിയ പൊതുവെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ജനറൽ ഫോർമുല പോലെ നമ്മൾ കഴിഞ്ഞ വർഷം എഴുതിയിട്ടില്ലായിരുന്നു, എഴുതേണ്ട അങ്ങനെ ആവശ്യമൊന്നുമില്ല, എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. ദാറ്റ് ഇസ് എ ടു ബി നമ്മളെ വൈ ഡി എക്സ് ഇസ് വാട്ട് നമ്മളെ ഫോർമുല, അല്ലേ? നമ്മൾ ഡെഫിനറ്റ് ഇൻറ്റഗ്രൽസ് നമ്മൾ ലോവർ ടു അപ്പർ ദെൻ വൈ ഡി എക്സ് യുവർ ഫംഗ്ഷൻ യു നീഡ് ടു ഇൻറ്റഗ്രേറ്റ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ എന് വരെ എന്താ നമ്മളെ ലോവർ ലിമിറ്റ് 1, ബിന് വരെ എന്താ 4. ഓക്കെ, 1 and 4 എഴുതി. വാട്ട് ഈസ് വൈ ഹിയർ? അപ്പം നമുക്കറിയാം വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്, അല്ലേ? യെസ്. ദിസ് യു നീഡ് ടു ടേക്ക് ഇറ്റ് ഓവർ ദേ. അങ്ങനെ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? റൂട്ട് എക്സ് ഡി എക്സ്. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം, അല്ലേ? ദാറ്റ് ഈസ് ഇതിന് എന്ത് എഴുതണം? എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതണം. എന്നിട്ട് +1 ദാറ്റ് ഈസ് 3/2 ബൈ 3/2. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ. അതാണ് ഇൻറ്റഗ്രേഷൻ. എന്താ? +1, അല്ലേ? +1 ബൈ 1/2 +1. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്ത് കിട്ടുന്നതാണ് ഇത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അടുത്ത കഴിഞ്ഞ് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എന്താ അപ്ലൈ ചെയ്യാൻ? പാടൊന്നുമില്ല, പക്ഷേ ചിലപ്പോൾ സ്റ്റെപ്പ് എടുക്കുമായിരിക്കും, നമുക്ക് നോക്കാം. 4 അപ്ലൈ ചെയ്തു, റൈസ് ടു 3/2. അതെന്താ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ബൈ 3/2 ഉണ്ട്, മൈനസ് 1 എടുത്തു, 1 റൈസ് ടു 3/2 ബൈ നമ്മൾ 3/2 തന്നെയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ്. ഇനി അടുത്ത് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. നൗ ഇഫ് ഐ ഡു ഇറ്റ് ഓവർ ഹിയർ, അപ്ലൈ ചെയ്തതിന് ശേഷം വാട്ട് ഐ വിൽ ഗെറ്റ്? ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ √2. ഇതിനെങ്ങനെ എഴുതിക്കൂടെ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്ത് നിങ്ങൾ ആൻസർ നോക്കുക, ഇല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ പറയുന്നത് നോക്കുക. ഇത് ക്യൂബ് ഹോൾ റൈസ് ടു 1/2 എന്ന് എനിക്ക് എഴുതിക്കൂടെ? ഇതിനെ താഴത്തത് നോ പ്രോബ്ലം 3/2. അപ്പോൾ 3/2 ഞാനിവിടെ കോമൺ ആയിട്ട് എടുക്കാം, ബിക്കോസ് രണ്ടും 3/2 അല്ലേ? അതങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ എനി നമ്പർ 1 റൈസ് ടു എനി നമ്പർ ഇസ് 1 അഗെയിൻ. സോ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ചെറിയ കുറേ പിള്ളേർക്കൊക്കെ ഇതൊരു സോൾവ് ചെയ്യാൻ ഒരു പാടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിച്ചിരുന്നത് കേട്ടോ. ഇത് വേണമെങ്കിൽ 3 വെളിയിലോട്ടും പോവാം, 1/2 വേണമെങ്കിൽ അകത്തും എഴുതാം കേട്ടോ, എഴുതാമായിരുന്നു. അങ്ങനെ ഓക്കെ, അങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഈ 1/2 അകത്തായിരുന്നെങ്കിൽ 4 റൈസ് ടു 1/2 അകത്തായിരുന്നെങ്കിൽ 4 റൈസ് ടു 1/2 എന്ന് വെച്ചാൽ എന്താ? √4 അല്ലേ? √4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2. അപ്പോൾ 2 റൈസ് ടു 3 വരും, -1 ബൈ 3/2. ഓക്കെ, ഇത് റൈസ് ടു 3 എന്ന് വെച്ചാൽ എന്താ? 8 -1 ബൈ 3/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് വന്നിട്ട് 7 അല്ല 1. ഓക്കെ, ഇങ്ങനെ പെട്ടെന്ന് ഇതിലോട്ട് പോയി 8 - 1 7 അല്ലേ, അങ്ങനെ എഴുതിയതോടെ. അപ്പോൾ 7 ബൈ 3/2. ഇത് മേളിൽ പോകുമ്പോൾ ബിക്കോസ് 2 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 into 2 are 14. 14 by 3 is my answer. Your square unit is the answer for my first question 2008 in. Now moving on to the second question then. On to the second question. Consider the following figure. Here figure where you have a circle here. Circle uണ്ടല്ലേ, which equation is x square plus y square is equal to 50. Okay, അപ്പോൾ equation of circle ഒക്കെ മനസ്സിൽ വരണം. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഉണ്ട്, y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡോട്ട് ലൈൻ ആക്ച്വലി ഇല്ല, പക്ഷേ ഐ ജസ്റ്റ് ഡ്രോ ഓവർ ഹിയർ ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പോയിന്റ് പി, അപ്പോൾ അതെന്താ ചോദിച്ചിരിക്കുന്നത്? 2 പാർട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ, എ ആൻഡ് ബി. അപ്പോൾ എ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ പി. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 50 എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. And the line y is equal to x. Y is equal to x. Already നമ്മളിവിടെ പറഞ്ഞു y is equal to x. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ എഴുതുകയാണ് ഈ ഒരു സാധനം. ഇത് നമ്മളെ ജനറൽ ഫോം ഓഫ് നമ്മളൊരു സർക്കിളിൻ്റെ ഒരു ജനറൽ ഫോം അല്ലേ, വേർ ദ ഒറിജിൻ ഇസ് 0 0.
എക്സിൻ്റെ വൈൻ്റെ ഒറിജിൻ വന്നിട്ട് അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ ഒറിജിൻ വന്നിട്ട് എക്സിൻ്റെ വൈൻ്റെ അല്ല സർക്കിളിൻ്റെ ഒറിജിൻ വന്നിട്ട് 0 0 വരുന്ന ഒരു ജനറൽ ഫോം ഓഫ് സർക്കിളിൻ്റെ ഇക്വേഷനാണിത്. അത് വെച്ചിരിക്കുക, അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത്, ബിക്കോസ് ദിസ് ഡയഗ്രം ഈസ് എ സർക്കിൾ റൈറ്റ്. അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ ക്വസ്റ്റ്യനിലൂടെ എന്താ തന്നിരിക്കുന്നത്, നമുക്കിവിടെ തന്നിട്ടുണ്ട് x² + y² = 50 എന്ന് പറയുന്നുണ്ട് അല്ലേ. 50 x² + y² = 50. നൗ ഈ പിക്ചറിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ y = x എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു പോയിൻ്റ് ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ആണ്, ഇവിടെ 1 ആണെങ്കിൽ ദിസ് ഈസ് ഓൾസോ 1 അല്ലേ, ഈക്വൽ അല്ലേ. ഇവിടെ 2 ആണ് എടുക്കണമെങ്കിൽ ഇവിടെ 2, 3 ആണ് എടുക്കണമെങ്കിൽ 3. അപ്പം ഇവിടെ ഏത് തന്നെയാണോ ഈ പോയിൻ്റ് എക്സ് വാല്യൂവിൽ അത് തന്നെയായിരിക്കും വൈയിൽ. ഓക്കെ, അത്ര മാത്രം മനസ്സിലാക്കുക. അപ്പോൾ വാട്ട് എവർ വാല്യൂ ഐ ആം ഗോണ ഗെറ്റ് ഇറ്റ് ഓവർ ഹിയർ വിൽ ബി സെയിം ആസ് ഓവർ ഹിയർ. ഓക്കെ, അത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ജനറൽ ഫോമിലെ കാര്യവും നമുക്കൊന്ന് നോക്കണം. ഇനി ഞാൻ വേറൊരു കാര്യം എഴുതാൻ വേണ്ടി പോകുന്നു, നോക്കിയേ. x² + x² = 50. എങ്ങനെ പെട്ടെന്ന് എഴുതി? x²ന് y²ന് x². യെസ്, എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്. എന്തുകൊണ്ടാണ്? ബിക്കോസ് x² = y² അല്ലെങ്കിൽ y² = x² നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ എഴുതിക്കൂടെ, x² + x² = 50. യെസ്, സോ വിത്ത് ദാറ്റ് വാട്ട് ഐ ക്യാൻ റൈറ്റ് 2x² = 50. അപ്പോൾ x = എന്തെന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം, 1 സ്റ്റെപ്പിൽ എഴുതാം. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഒരു 1 സ്റ്റെപ്പിൽ തന്നെ എഴുതാം. x = നിങ്ങൾക്കറിയാം 2 താഴെ പോവും, 50 അല്ലേ. 50/2 that is 25. അപ്പോൾ √25 which implies what I am getting here, x = 5. അപ്പോൾ x = 5 എന്ന് കിട്ടിയോ? അപ്പോൾ അങ്ങനെയാണ് x = 5 എങ്കിൽ, അപ്പം this is my first part dear. This is my first part from here. This is the general equation. ഇത് ജനറൽ ഇക്വേഷൻ ആണ്, അതവിടെ കിടക്കട്ടെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം, ഇവിടെ നിന്ന് തന്നെ തുടങ്ങി അങ്ങ് പോകണം. x² + y² = 50. Then x² + x² = 50. Then what I'm getting, x = √25 which is 5. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്താ? ഫസ്റ്റ് പോയിന്റ് എന്താ? ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ p എന്ന് വെച്ചാൽ എന്താ? p = 5,5. അപ്പോൾ എക്സും വൈയും ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പോയിന്റ് എത്രയാണ്? 5. ഈ 5ഉം ഇതിവിടെ 5ഉം ആണ്. അത്ര മാത്രം ആലോചിക്കുക. അതിനാണ് ഞാനിവിടെ ഈ ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നത്. യെസ്, നൗ കമ്മിങ് ബാക്ക് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് കാര്യമായിട്ട് നിങ്ങൾ ആലോചിക്കണം. ദാറ്റ് ഈസ് എ ലിറ്റിൽ ഇമ്പോർട്ടൻറ്റ്. കുറച്ച് കാര്യമായിട്ട് ആലോചിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അത് കുറച്ച് കാര്യമായിട്ടൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയേ, ഞാൻ ഇവിടെ ഒന്നും കൂടെ ആ ഒരു ചെറിയൊരു പോർഷൻ ഒന്നും കൂടെ വരയ്ക്കാം കേട്ടോ, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ. ഓക്കെ, ഞാൻ അവിടെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പം നമുക്ക് വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കേർവ് പോകുന്നത് ഇങ്ങനെയാണ് അല്ലേ. നമുക്ക് കേർവ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഈ കേർവിൻ്റെ ഈ ഒരു പോയിന്റ് നമുക്കിപ്പോൾ കിട്ടി. എന്താണ്? 5,5. ദാറ്റ് ഈസ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. നമ്മൾ ഇപ്പോൾ പീൻ്റെ പോയിന്റ് കിട്ടി. എന്താ? 5.5,5. 5 പോയിന്റ് അല്ല, 5,5 എന്ന് നമുക്കിപ്പോൾ കിട്ടി. നമുക്കിവിടെ കിട്ടി. ഗോട്ട് ദി ആൻസർ, കംപ്ലീറ്റഡ്, ഫിനിഷ്, ഫസ്റ്റ്, ഗുഡ്. ഓക്കെ, നൗ അപ്പോൾ ഏരിയ ഷെയ്ഡഡ് റീജിയൻ നോക്കിയേ, ഈ ഫുള്ളാണ് ഷെയ്ഡഡ് റീജിയൻ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ കണ്ടോ ഞാൻ വരച്ചിരിക്കുന്നത്, ഈ ഒരു റീജിയൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ ഒരു റീജിയൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഏത് റീജിയനാ? ദിസ് വൺ വിച്ച് ഐ എം ഷെയ്ഡിങ് ഇറ്റ് റൈറ്റ് നൗ. ആ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യണം. ദിസ് വൺ. അതെങ്ങനെ ചെയ്യും? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 0 to അടുത്ത ഇവിടം വരെ എത്രയാ ഈ പോയിന്റ്? ഞാനിപ്പോൾ പറഞ്ഞു 5. നമുക്കിവിടെ 5 കിട്ടി. ഇവിടെ നമുക്ക് 5 കിട്ടി അല്ലേ. x = 5. അടുത്ത നമുക്ക് അറിയേണ്ടത് ഈ ഒരു പോയിന്റ് എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കിയേ, ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ. അതിനാ ഞാൻ ഇവിടെ ഇത് എഴുതിയത്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെനെവർ യു ഹാവ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, ജനറൽ ഫോർമുല ഓർത്തിരിക്കണം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് r കണ്ടുപിടിക്കാൻ പറ്റണം. നോ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് r? എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഈ ഒരു രണ്ട് ഇക്വേഷനും കൂടെ നോക്കിയാൽ വാട്ട് ഈസ് r? r = √50. ഒന്ന് നോക്കിയേ, √50. അതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ അല്ലേ റൂട്ട് പോയിട്ട് 50 വരുന്നത്. അപ്പം ഇത് 50 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ? ദിസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് 50 അല്ലേ, √50 ആണത്. അപ്പോൾ നൗ ഹൗ ടു യു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ? അപ്പോൾ ഏരിയ, സോ ദ റിക്വയർഡ് ഏരിയ, ഓക്കെ, ഇസ് ഈക്വൽ ടു, ഒന്ന് നോക്കിയാൽ ഞാൻ എഴുതുന്നത് എന്താണ്? 0 to 5.
ഓക്കെ 0 to 5. ഇവിടെ നമുക്ക് വേറെ ഒന്നുമില്ല. ഇവിടെ എന്താണ് നമുക്കുള്ളത്? ഈ ലൈനാണ്. ഈ ലൈൻ കേട്ടോ, y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം ഡയറക്റ്റായിട്ട്, എക്സ് ഡി എക്സ്. ഓക്കെ, എക്സ് ഡി എക്സ്, ബിക്കോസ് ദാറ്റ്സ് എ ലൈൻ. ലൈനിൻ്റെ പാർട്ടല്ലേ ഇതുവരെ വരുന്നത്, ലൈനിൻ്റെ പാർട്ട്, ഈ ലൈനിൻ്റെ വെറുതെ വാട്ട് ഈസ് ദിസ് വൺ, എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് ആദ്യം ചെയ്യുക. പ്ലസ് യു നീഡ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം 5 to √50. 5 to √50 വരെ. അറ്റ് ദാറ്റ് ടൈം ഏതിൻ്റെ ഇക്വേഷൻ എടുക്കണം? നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷൻ എടുക്കണം. അപ്പോൾ അടുത്തത് സർക്കിളിൻ്റെ ഇക്വേഷൻ ഇതാണെന്നുണ്ടെങ്കിൽ ഏതാണ്? നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് എവിടെ എഴുതാം കേട്ടോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 50 ആണ് സർക്കിളിൻ്റെ ഇക്വേഷൻ എങ്കിൽ വാട്ട് ഈസ് വൈ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഇപ്പുറത്ത് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മൈനസ് എക്സ് സ്ക്വയർ ഇപ്പുറത്ത് പോയി, എന്നിട്ട് വൈ സ്ക്വയർ കിടപ്പില്ലേ, അതിനെ നമുക്ക് എന്തെഴുതാം? റൂട്ട് ഓഫ് ദിസ് വൺ. സോ ദിസ് ഇസ് മൈ വൈ സ്ക്വയർ. ഇതിനെ വേണം എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ എഴുതുന്നുണ്ട്, എന്നാൽ പോലും നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് വൈ കിട്ടി. ഈ വൈനെ എടുത്ത് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 50 മൈനസ് എക്സ് സ്ക്വയർ ഡിയർ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേപോലത്തെ ഒരു ഇൻ്റഗ്രേഷനാണ് ഇവിടെ വരുന്നത്, √50 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തൊന്ന് എഴുതാം. ദാറ്റ് ഈസ് 0 to 5. അതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഡി എക്സ്. ഇതിനെങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ ഞാൻ 5 to √50 വരെ തന്നെയാണ്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ദറ്റ്, ദിസ് വൺ ഇസ് സെപ്പറേറ്റ്. എന്നിട്ട് ഇത് വന്നിട്ട് ഇവിടെ എന്തെന്ന് എഴുതുന്നത്? ഞാൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് √50 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതെന്തിനാണ് ഞാൻ എഴുതിയത്? ബിക്കോസ് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഫോർമുല. എന്തായിരുന്നു നമ്മളെ ഫോർമുല? പിന്നെ എഴുതുകയാണ് കേട്ടോ, എഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, സോ ദാറ്റ് നിങ്ങളെ തലയിൽ കുറച്ച് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ള നമ്മളെ ഫോർമുല വാട്ട് ഈസ് ഇറ്റ്? ദിസ് ഇസ് x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/2 പ്ലസ് സി. ഇതാണ് നമ്മളെ ഫോർമുല. ഇത് വെച്ചിട്ട് വേണം നമുക്കിത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് നോക്കാം എന്താ കിട്ടുകയെന്ന്. ഇതിനെ എക്സിനെ ചെയ്യുമ്പോൾ എന്താ? എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to 5, റൈറ്റ്? ഓക്കെ, അത് കഴിഞ്ഞു. പ്ലസ് ഇതിനെ നമുക്ക് ഈ ഒരു ഫോമിൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ഹിയർ ഇസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് തന്നെയാണ്, x/2. റൂട്ടിനകത്ത് കിടക്കുന്ന ഫുൾ അതേപോലെ തന്നെ വരും. അപ്പോൾ റൂട്ട് ഓഫ് എന്താ 50. ഓക്കെ, ഞാൻ റൂട്ടിനകത്ത് അതേപോലെ തന്നെ എഴുതി 50 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അത് കഴിഞ്ഞു. പ്ലസ് നിങ്ങൾ എ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് അഗെയിൻ 50 അല്ലേ, 50/2. എന്നിട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് തന്നെയാണ്, ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എ എന്ന് വെച്ച് കഴിഞ്ഞാൽ √50. ഇതൊരുമിച്ചിട്ട് പ്ലസ് സി എഴുതേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദിസ് ഇസ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഫ്രം വാട്ട് 5 to √50. തന്നെ ചെയ്തു നോക്കുക, തന്നെ ചെയ്യുക കേട്ടോ. ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ചെയ്യുന്നത് മാത്രം, ജസ്റ്റ് കമ്പയർ വിത്ത് ദ ആൻസർ. യു നീഡ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറ്റും? 25/2 എന്ന് കിട്ടി, ഇവിടെ 0 ആവും. ഓക്കെ, അത് കിട്ടി. പ്ലസ് ഓക്കെ, പ്ലസ് വേറെ എന്താണ് അടുത്ത്? ഇവിടെ √50 ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ √50 ഇട്ട് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ, അപ്പോൾ 50 തന്നെ ആവും. 50 മൈനസ് 50 0. അപ്പോൾ ഇത് പോയി 0. ഇവിടെ എന്ത് പറ്റും? ഇവിടെ രണ്ടും കൂടെ കട്ട് ചെയ്ത് √50 കൂടെ കട്ടായി ഇവിടെ 1 വരും. സോ ഇറ്റ് വിൽ ബി 50/2 സൈൻ ഇൻവേഴ്സ് 1 ഇസ് π/2 90. എന്നിട്ട് 5 വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോൾ ഇതിൻ്റെയാണ് കേട്ടോ, മൈനസ് 5നെ നമുക്ക് ഇതിലോട്ട് ഇടുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഓക്കെ, നമുക്ക് ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, ദിസ് വൺ ഇസ് യുവർ അപ്പർ ലിമിറ്റ്, ഇത് നമ്മളെ ലോവർ ലിമിറ്റ്. 5 ഇടുമ്പോൾ ദിസ് ഇസ് ഗോണ ബി 5/2 ആവും. പിന്നെ ഇത് വന്നിട്ട് 25, 50 മൈനസ് 25 ഇസ് 25. അപ്പോൾ ഇൻറ്റു 5, √25 എന്ന് വെച്ചാൽ 5 അല്ലേ, അത് കിട്ടി. ദെൻ പ്ലസ് യെസ് പ്ലസ് 50/2. ഓക്കെ, ഞാനിത് ഓരോന്നും എഴുതുകയാണ് കേട്ടോ. ഐ എം നോട്ട് സ്കിപ്പിംഗ് എനിത്തിങ്, ബിക്കോസ് നിങ്ങൾ ചെയ്തു വരുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ എന്ത് വരും? സൈൻ ഇൻവേഴ്സ്, ഇവിടെ എക്സ് വരും, x/50. ഒന്ന് നോക്കിയേ, √50നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? 15 2 25 5 5.
So that means 5 വെളിയിൽ എടുത്തിട്ട് √2 എന്ന് എഴുതിക്കുക എഴുതുക ഒന്ന് LCM ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ you will get it 5 √2 അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടും 5 √2 എന്ന് പറഞ്ഞ് കിട്ടി yeah that's it right yeah that's it അപ്പോൾ അത് കഴിഞ്ഞു so that is equal to നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം 25/2 പ്ലസ് ഇവിടെ എന്ത് പറ്റും ഇത് 25 ആയി അപ്പോൾ 25π/2 എന്ന് കിട്ടി yeah ഇവിടെ മൈനസ് അപ്പോൾ അകത്തോട്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ പോവാം അപ്പോൾ -25/2 അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ ക്യാൻസൽ ആവില്ലേ അത് പോയി അവിടെ കിടക്കട്ടെ പ്ലസ് നോട്ട് പ്ലസ് മൈനസ് ഇതിലും ചെയ്യണം കേട്ടോ മൈനസ് ഇത് വന്നിട്ട് 25 തന്നെയാണ് ഇപ്പം ആസ് ഓഫ് നൗ ഇതൊന്ന് നോക്കിയാൽ 5 ക്യാൻസലായി 1/√2 സൈൻ ഇൻവേഴ്സ് 1/√2 ഇസ് π/4 അപ്പോൾ π/4 അപ്പോൾ നമുക്ക് എന്തൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 25π/2 മൈനസ് 25π/4 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് ചെയ്യുക യു വിൽ ഗെറ്റ് ദി ആൻസർ ഇഫ് നോട്ട് ഓക്കെ ഐ വിൽ ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഓവർ ഹിയർ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ LCM എടുക്കാം LCM ഇസ് 4 അപ്പോൾ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ 25 അപ്പം 25 × 2 ഇസ് 50π അപ്പോൾ അവിടെ കിട്ടുന്നത് എന്താ 50π മൈനസ് ഓക്കെ ഇവിടെ 55 ഓക്കെ ഇവിടെ 25 ആണ് 25 ഓക്കെ യാ 25 അപ്പോൾ 50π മൈനസ് 25π again 25π by നമ്മളെ 4 എന്ന് പറഞ്ഞുകൊണ്ടിരും so what is my answer so the answer here what I am getting is 25π/4 എന്നാണ് നമ്മളെ ഫൈനൽ ആൻസർ so this is the area ഇവിടെ തന്നെ വേണമെങ്കിൽ എഴുതാം that is equal to എന്താ കിട്ടുക 25π/4 എന്ന് നമുക്ക് കിട്ടുന്നതാണ് നമ്മളെ സ്ക്വയർ യൂണിറ്റ് is my answer for my second question that's it okay വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്കൻഡ് പാർട്ട് കേട്ടോ അതൊന്ന് മനസ്സിലാക്കുക തന്നതാണെന്ന് ചെയ്തു നോക്കുക get the answer that's it dear okay then move on to the next one then about 2017 March questions നമുക്കൊന്ന് നോക്കാം and here are the questions just take a note of all the question and then come back we will start to do it then okay അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം let's see how 2017 questions എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം okay on to the first one then അപ്പോൾ on to the first question അതിൻ്റെ A part area bounded by the curves y is equal to cos x അപ്പോൾ y is equal to cos x എന്നാണ് ഓക്കെ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ x is equal to π/2 x is equal to 0 y is equal to 0 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എന്തായാലും ഒന്ന് ഗ്രാഫ് നോക്കാം ഓക്കെ അപ്പോൾ കുറച്ച് അങ്ങനെ ഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് നോക്കുന്നത് ഇത് ഏതിൻ്റെ ഗ്രാഫാണ് ആസ് യു നോ ഇറ്റ് ഈസ് സൈൻ വേവ് അല്ലേ സൈൻ വേവ് അപ്പോൾ നമുക്കറിയാം ദിസ് ഇസ് 0 ദിസ് ഇസ് π/2 ഇത് നമ്മളെ പൈ അപ്പം ഞാൻ എന്തിനാണ് നമ്മൾ സൈൻ വരച്ചിട്ട് ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ദാറ്റ് കോസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും അപ്പോൾ ഇതല്ലേ π/2 അപ്പോൾ കോസ് എവിടെ നിന്നാണ് കോസ് ഇങ്ങനെയല്ലേ തുടങ്ങുന്നത് കോസ് ഗോസ് ലൈക്ക് ദിസ് റൈറ്റ് അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ദിസ് ഇസ് യുവർ 0 ദിസ് ഇസ് യുവർ π/2 അപ്പോൾ ഏത് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏരിയ ദിസ് വൺ ഇതെങ്ങനെ മനസ്സിലായി നമുക്ക് ബിക്കോസ് x is equal to 0 യാ x is equal to 0 എന്ന് വെച്ചാൽ ഈ പോയിന്റ് അല്ല കേട്ടോ x is equal to 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ y ആക്സിസ് ദിസ് വൺ y is equal to 0 എന്ന് വെച്ചാൽ യുവർ x ആക്സിസ് അത് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ x is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൽ അല്ലെങ്കിൽ എക്സിൽ 0 ഇല്ല വാല്യൂ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ y ആക്സിസ് y is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ x ആക്സിസ് y മേളിലോട്ട് പോയാലേ y ഉള്ളൂ മേളിലോട്ടില്ല അപ്പോൾ x ആക്സിസ് ദിസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന റീജിയൻ ഇതാണ് ഫ്രം വെയർ ഫ്രം 0 to π/2 അപ്പോൾ വെറുതെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും പക്ഷേ കുറച്ചൊന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തെന്നുള്ള മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ എം ഗെറ്റിംഗ് ഹിയർ നമുക്ക് എന്താ പെട്ടെന്ന് നമുക്ക് ചെയ്യാം 0 to π/2 എന്താ y ഓക്കെ നമുക്ക് നമ്മൾ എന്താ എഴുതുന്നത് y dx എന്നല്ലേ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y ഹിയർ cos x dx ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ sin x റൈറ്റ് 0 to π/2 so that is equal to എന്നാ പറ്റും this is π/2 നമ്മൾ sin π/2 അല്ലേ ഫസ്റ്റ് വണ്ണിൽ മൈനസ് sin 0 sin π/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 that is 1 minus 0 that is 1 it's very easy നിങ്ങൾക്ക് കണ്ടുപിടിക്കാന്നുള്ളത് പെട്ടെന്ന് തന്നെ 1 ആണ് ഇതിൻ്റെ ആൻസർ ഓക്കെ സോ just move on to the B part then അപ്പോൾ on to the B part find the area between the curve y square is equal to 4ax and x square is equal to 4ay
where a is greater than 0. ഈ ക്വസ്റ്റ്യൻ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വൈ സ്ക്വയറും എക്സ് സ്ക്വയറിൻ്റെ ഒക്കെ കാര്യം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാരബോള എങ്ങനെയാണ് വരുന്നത്? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എക്സ്. വൈ സ്ക്വയർ ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. സോ ദിസ് ലുക്സ് ലൈക്ക് ദിസ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെയുണ്ട്. എന്നിട്ട് അടുത്ത എന്താ, ഇവിടെ ഞാൻ എന്താണ് എഴുതാം, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax അല്ലേ. ഇതാണ് ആ കർവ്. അടുത്ത ഇവിടെ വേറൊരു പാരബോള ഉണ്ട് വിച്ച് ഈസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ഞാൻ കേസ് എന്താ പറഞ്ഞത്? എക്സ് സ്ക്വയർ വിൽ ലുക്ക് ലൈക്ക് ദിസ് ഇങ്ങനെ അല്ലേ. വാട്ട് ഈസ് ദാറ്റ് വൺ? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. ഇങ്ങനെയാണ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. അപ്പോൾ നമുക്ക് അതും കിട്ടി. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ayയും വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4axും രണ്ടും കിട്ടി. ചോദിച്ചിരിക്കുന്നത് എന്താ? ഫസ്റ്റ് ദ ഏരിയ, ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ്. വാട്ട് ഈസ് ബിറ്റ്വീൻ ദ കർവ്? ഇതിൻ്റെ ഇടയ്ക്ക്. ഏതിൻ്റെ ഇടയ്ക്കാണ്? ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി പോയിൻറ്റ്സ്. ഇവിടെ നമുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയേ, വി ആർ ഗെറ്റിംഗ് ഇൻ്റർസെപ്റ്റഡ് ഓവർ ഹിയർ. പക്ഷേ ഇൻ്റർസെപ്റ്റ് പോയിൻ്റ് ഏതാ? അതാ ഇവിടെ കിടക്കുന്നതാണ്. ഓക്കെ, 4a ആൻഡ് ദിസ് 4a. അപ്പോൾ എക്സിൻ്റെത് 4a, വൈൻ്റെതും 4a. നോട്ട് വൈ, 4a. ഓക്കെ, വൈൻ്റെതും 4a. അപ്പോൾ നമ്മൾ ഇൻ്റർസെപ്റ്റഡ് പോയിൻറ്റ്സ് എന്താ? പോയിൻറ്റ്സ് ആർ എന്താ ഇവിടെ? 4a ആൻഡ് 4a. അതാണ് നമ്മളെ ഇൻ്റർസെപ്റ്റഡ് പോയിൻറ്റ്സ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്ന ഏരിയ ബിറ്റ്വീൻ ഇതാണ്. അപ്പോൾ ഞാൻ ഇനി എഴുതുന്നത് കറക്റ്റായിട്ട് കേട്ടോ. 0 to നമ്മൾ ഈ ഒരു 0 to 4a. ഓക്കെ, 0 to 4a ഏതാ എടുക്കുന്നത്? ഈ ഫംഗ്ഷൻ വിച്ച് ഇസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഓക്കെ ഞാൻ ഇവിടെ എഴുതാം, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആണെങ്കിൽ y ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് 4ax അല്ലേ. യാ, സോ ദിസ് വൺ കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ y അല്ലേ എഴുതുന്നേ, ഇവിടെ നമുക്ക് y അല്ലേ എഴുതാൻ പറ്റുന്നേ. അപ്പോൾ റൂട്ട് ഓഫ് 4ax dx അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. അടുത്തത് ഓക്കെ ഇത് തന്നെ എഴുതാം. മൈനസ് 0 to 4a, 0 to 4a. ഇനി നമ്മൾ അടുത്ത കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ, നമുക്ക് ഉള്ളത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. അപ്പോൾ y ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ബൈ 4a. യാ, y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4a എന്ന് എനിക്ക് ഈ ഒരു കർവിൽ കിട്ടി. ദാറ്റ് ടു എന്താണ്? ഇവിടുത്തെ താഴത്തെ അല്ലേ, ഇതാ ഈ ഒരു റീജിയൻ നോക്കിയേ, ഇതാ ഞാനിപ്പം വരയ്ക്കുന്ന റീജിയൻ ഒന്ന് നോക്കിക്കോട്ടാ. അത് ഇതല്ലേ ഞാനിപ്പം ഡിഫൈൻ ചെയ്ത ഏരിയ അണ്ടർനീത്ത് ദാറ്റ് കർവ്. അപ്പോൾ ഞാൻ അടുത്ത് എഴുതാൻ വേണ്ടി പോകുന്നത്, ഇപ്പം എഴുതാൻ പോകുന്നതാണ് ഈ ഒരു പോർഷൻ. ഇത് ഈ ഒരു പോർഷനാണ് ഞാൻ ഇപ്പോൾ എഴുതാൻ വേണ്ടി പോകുന്നത്. 0 to a, എഗെയിൻ 0 to a, ഇതെന്ന് വെച്ചാൽ നോട്ട് a, 4a. 0 to 4a. പ്രീവിയസ് കേസിലും ഏതാ ചെയ്തത്? ഈ വലിയ കർവ്, മേളിൽ കിടക്കുന്ന കർവ്, അതാണ് ഇത്, മേളിലുള്ള കർവ്. ഇത് താഴെയുള്ള കർവ്, സ്റ്റിൽ ഇൻ ദ സെയിം റേഞ്ച് 0 to 4a. അതിനെ എന്ത് ചെയ്യണമെന്ന്? സബ്ട്രാക്റ്റ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എഴുതിയിട്ട് പറയാം. 0 to a, അപ്പം അത് y എന്താ? എക്സ് സ്ക്വയർ ബൈ 4a dx. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്നും കൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ. നമുക്ക് പോകുന്ന ഗ്രാഫ് ഇങ്ങനെ. അപ്പം നമുക്കറിയാം നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് ചെയ്തത്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ വലുത് വെച്ചിട്ട്, ഓക്കെ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കംപ്ലീറ്റ് ഞാൻ ഏരിയ എടുത്തു. അതാണ് ഇവിടെ എഴുതുന്നത് കംപ്ലീറ്റ്, ദ ഫസ്റ്റ് വൺ. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് വൺ കംപ്ലീറ്റ്. മൈനസ് ദിസ് വൺ ഏതാണ്? ദിസ് റീജിയൻ, ഇപ്പം ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ, മൈനസ് ദ ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഈ മൈനസ് ദ ഷെയ്ഡ് റീജിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആദ്യം ഞാൻ കണ്ടുപിടിക്കാനിരുന്ന ഒരു ഏരിയ കിട്ടൂലേ. അപ്പോൾ ഫുൾ ഏരിയ മൈനസ് അതിൻ്റെ താഴെ കിടക്കുന്ന ഏരിയ. ഓക്കെ, അതാണ് താഴെ കിടക്കുന്നതെന്ന് ഇത്, ദാറ്റ് ഷെയ്ഡഡ് വൺ ഓവർ ഹിയർ, കംപ്ലീറ്റ്ലി ഷെയ്ഡഡ്. അപ്പോൾ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേളത്ത് കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. സോ വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ്സ് എ റിക്വയർഡ് ഏരിയ. ഓക്കെ, റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു ദിസ് ആൻഡ് ദിസ്. അത് രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നോക്കട്ടെ എന്താ കിട്ടുകയെന്ന്. ടു ഇവിടെ നമുക്ക് 0 to 4a. ഓക്കെ, ഇനി നമുക്ക് കോൺസ്റ്റൻസ് നമുക്ക് വെളിയിലെടുക്കാം. കോൺസ്റ്റൻസ് വെളിയിലെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? 4a റൂട്ട് എക്സ് dx എന്ന് എഴുതാമല്ലോ. അടുത്തതിൽ നമുക്ക് വെളിയിലെടുക്കാം കേട്ടോ. മൈനസ്
0 to 4a ഇതെന്നാ പറ്റും 1 by 4a വെളിയിലെടുത്തു then x square dx that's equal to ഇത് നമുക്ക് വെളിയിലെടുക്കുമ്പോൾ root 4a വെളിയിൽ വന്നു root 4a yes then ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം 0 to 4a ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 by 2 dx മൈനസ് 1 by 4a ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്തോളുക ജസ്റ്റ് ഡോണ്ട് കൗണ്ട് ഓൺ മീ ഓക്കെ ലാസ്റ്റ് ആൻസർ മാത്രം ഒന്ന് ചെക്ക് ചെയ്തോളുക ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്ത് പറ്റും root 4a into 4a into this is gonna be x raised to 3 by 2 by 3 by 2 whole raised to whole limit from 0 to 4a minus 1 by 4a ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പിന്നെ നേരത്തത് 1 മാർക്കിൻ്റെ this is gonna be x cube by 3 0 to 4a that's it ഇനി നമുക്കൊന്ന് ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം now ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 root a എന്നല്ലേ എഴുതാം ഇതിനെ നമുക്ക് എന്തായാലും ലോവർ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ 0 വരും അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ വാട്ട് ഐ ആം ഗെറ്റിംഗ് ഹിയർ ഇസ് 4 ഓക്കെ 4a ഓക്കെ നമുക്ക് സ്റ്റെപ്പ് ഇൻ എഴുതാം 3 by 2 ഹോൾ റേസ് ടു ഓക്കെ ഹോൾ റേസ് ടു 3 by 2 by 3 by 2 ഇനി നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ആണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് മാത്രമേ ഉള്ളൂ 0 വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 0 ആവുമ്പോൾ -4 1 by 4a ഇവിടെ ഇത് വരുമ്പോൾ എന്ത് പറ്റും ഇവിടെ 4 cube a cube by 3 അല്ലേ യെസ് നൗ വാട്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കാം 2 root a 2 root a then this one is ഇത് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരുമെന്നറിയാവോ ഇത് ഈ 1 by 2 ഈ 1 by 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് അല്ലേ 1 by 2 അപ്പോൾ root 4a the whole cube എന്ന് നോക്കിയേ എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളിഷ്ടമാണ് ഓരോന്ന് 4ന് വേണമെങ്കിൽ 3 by 2 കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ എങ്ങനെ വേണം നിങ്ങൾക്ക് ഫുള്ളി അപ് ടു യു അടുത്ത ഒരു സ്റ്റെപ്പും കൂടി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും ഇൻടു ഈ ഒരു 3 by 2നെ ഞാൻ ഓപ്പോസിറ്റ് ഇൻവേർട്ട് ചെയ്തെടുത്തു അപ്പോൾ റെസിപ്രോക്കൽ എടുത്തപ്പോൾ 2 by 3 ആയി സോ ആദ്യത്തെ ഈ ഒരു ടേം കഴിഞ്ഞു നമ്മളിവിടെ എഴുതി മൈനസ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 4 ഒരു 4ഉം ഇവിടെ സ്ക്വയർ ആവും ഓക്കെ അപ്പോൾ ദാറ്റ് വിൽ ബി എന്നിട്ട് ഇവിടെ ഒരു എയും പോയി ഇവിടെ നിന്നൊരു എ കിട്ടി ഓക്കെ ഒരു എ കുറഞ്ഞു അപ്പോൾ എ സ്ക്വയർ സോ 4 സ്ക്വയർ 16 എ സ്ക്വയർ ബൈ 3 ഓക്കെ അങ്ങനെ കിടപ്പുണ്ട് ഇനി ഫർദർ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുക കുറച്ചുണ്ടല്ലേ സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ സോ ദിസ് ഇസ് ഗോണ ബി 2 ഇതൊന്ന് നോക്കിയേ root 4 എന്ന് വെച്ചാൽ 2 ആണ് 2 ക്യൂബ് എന്ന് വെച്ചാൽ 8 ഇൻറ്റു 8 ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ root a the whole cube അപ്പോൾ രണ്ട് റൂട്ട് വരുന്നു കഴിഞ്ഞാൽ root a എന്ന് വെച്ചാൽ നോക്കിയാൽ ഇവിടെ ഞാൻ എന്താ എഴുതുന്നത് root a ഇൻറ്റു root a രണ്ട് root a എന്ന് വെച്ച് കഴിഞ്ഞാൽ a വരും then root a അപ്പോൾ a ഇൻറ്റു root a ഇത് ഏതാ a ക്യൂബ് പക്ഷേ ഒരു റൂട്ടും കൂടെ വെളിയിൽ കിടപ്പുണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഈ രണ്ട് റൂട്ടും കൂടെ എ ഇൻറ്റു എ അപ്പോൾ എ സ്ക്വയർ ആവും അപ്പോൾ ഒന്ന് വളരെ ചെക്ക് ചെയ്ത് നിങ്ങൾ ചെയ്തോളുക എ സ്ക്വയർ ഓക്കെ ദാറ്റ് എ ആൻഡ് എ ഈസ് എ സ്ക്വയർ ദെൻ വോട്ട് യു ഹാവ് ദെയർ ഒരു 2 ഉണ്ടല്ലേ 2 ഞാനൊന്നും ചെയ്തിട്ടില്ല ഓക്കെ കുഴപ്പമില്ല നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ഇൻറ്റു 2 by 3 എന്താ -16 എ സ്ക്വയർ ബൈ 3 ഇനിയിപ്പം ഇവിടെ നമുക്ക് എന്താ എഴുതാൻ പറ്റുക ഇത് ഐ കനോട്ട് ക്യാൻസൽ ഇറ്റ് ഇവിടെ നമുക്ക് 4 32 അപ്പോൾ 32 എ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടി ഓക്കെ -16 എ സ്ക്വയർ ബൈ 3 എന്ന് എനിക്ക് ഇതുവരെ കിട്ടി അപ്പോൾ ഇതിനെ നമുക്ക് മുകളിലൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ ഇസ് അപ്പോൾ ഇതുവരെ എന്താ കിട്ടിയ 32 എ സ്ക്വയർ ബൈ 3 എന്നും -16 എ സ്ക്വയർ ബൈ 3 ഇത് ഞാൻ ഓരോരോ സ്റ്റെപ്പ് എഴുതിയാണ് ഇത്ര ആയത് അതിന് മുമ്പേ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാമായിരുന്നു ഇത് ഒരു നോർമലായിട്ടൊരു സ്റ്റുഡൻറ്റ് ചെയ്തു വരുമ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ആയിരിക്കും എഴുതി പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് വേറെ യു ഗെറ്റ് സ്റ്റക്ക്
Stop there, watch it carefully, then correct it and go. That's it. അപ്പോൾ ഇവിടെ നമുക്ക് ഇതായില്ലേ, 3 is the common, so 32a minus 16a. അപ്പോൾ എന്താ കിട്ടുക നമുക്ക് ആൻസർ? 16a square by 3 is gonna be the answer for this question. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. കുറേ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് പിന്നെയും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അറിയാമെങ്കിൽ. പക്ഷേ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് ഗോണ ബി ദി ആൻസർ. ദിസ് ഇസ് സ്ക്വയർ യൂണിറ്റ്. ഓക്കെ, നമ്മൾ ഏരിയയിലെ ചോദിച്ചേ. ഫൈൻ. So that was March 2014 questions. അപ്പോൾ നമുക്ക് അടുത്ത March 16 questions നോക്കാം അല്ലേ. Okay, now these are the questions which is asked on March 2016. അപ്പോൾ ഒന്ന് ഫുൾ ഒന്ന് എഴുതുക, ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്ത എന്തായാലും ഇത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഫ് നോട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ചെയ്യുക, പൗസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫൈൻ. ഓക്കെ, അപ്പോൾ 2016 ആൻസേഴ്സ് എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 2016 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ട്. എ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to f of x above the x axis between, വളരെ ഈസി അല്ലേ, a x is equal to a, x is equal to b. അപ്പോൾ എന്താണ് നമ്മൾ മറ്റേത് തന്നെയാണ്, ഏത് കർവ് വിത്ത് a and b. അതിൻ്റെ ഏരിയ എങ്ങനെയാണ്? where is it? okay, y കേട്ടാ. ഇതിനകത്ത് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ഇറ്റ്. x dy അല്ല, y dx ആണ്. എബവ് ദി എക്സ് ആക്സിസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ആ റീജിയനാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻ. ഇനി അടുത്തത്, ഇനി വേറെ എന്താണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്? ദെൻ വാട്ട്? ദെൻ സെക്കൻഡ് പാർട്ട് ബി. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 യൂസിങ് ഇൻറ്റഗ്രേഷൻ. അപ്പം നമ്മൾ സർക്കിൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയണം ഇത് ഏതിൻ്റെ ആണെന്ന്, സർക്കിളിൻ്റെ ഏരിയ ആണെന്നുള്ളത്. ഏരിയ എന്നല്ല, സർക്കിളിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ബൗണ്ടഡ് റീജിയൻ ഏതാണ്? ഏരിയ ഓഫ് ദ ഹോൾ തിങ് which is x square എന്താ പറഞ്ഞിരിക്കുന്നത്? x square plus y square is equal to 4 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ജനറൽ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞത്? x square plus y square is equal to r square. r square എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 2 സ്ക്വയർ എന്നാണ്. 2 എന്ന് വെച്ചാൽ എന്താ? റേഡിയസ്. അപ്പോൾ r is equal to എന്താ? റേഡിയസ് 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ്, ഇതിൻ്റെ ഇതുവരെയുള്ള റേഡിയസ് ഇസ് 2. അപ്പോൾ ഈ പോയിൻ്റ് എന്തായിരിക്കും? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,0 അല്ലേ, വിച്ച് ഇസ് ഇത് പോയിൻ്റ് എന്തായിരിക്കും? എക്സ് 0 ആണ്. 0 2 വാട്ട്? 2 അതിൻ്റെ ഹൈറ്റ് 2, റേഡിയസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തൂടെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഏതാണ്? 0 to 2. അപ്പോൾ therefore the required area is equal to, ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ നോക്കിയോട്ടാ. 0 to 2 ഓക്കെ, 0 to 2 നമ്മളെ ഇക്വേഷൻ ഇന്ന് ഇവിടെ എഴുതേണ്ട എന്താണ്? y dx അല്ലേ. y എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു ഇക്വേഷൻ ഇന്ന് വാട്ട് ഈസ് y ഈസ് ഈക്വൽ ടു 4 ഇവിടെ ഉണ്ട് മൈനസ് എക്സ് സ്ക്വയർ. യാ, അപ്പോൾ y സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതാണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ്. സോ ഐ ക്യാൻ യൂസ് ഇറ്റ് ഹിയർ. സോ വാട്ട് ഐ വിൽ ഗെറ്റ്? 0 to 2 വൈന് പകരം എന്താ ഇവിടെ ഉള്ളത്? നമുക്ക് ഈ ഹോൾ തിങ് which is 4 minus x square dx. Sorry, my throat is paining. So that's equal to, ഇനി അടുത്ത ഇവിടെ ഒരു കാര്യമുണ്ട്. ഞാനിവിടെ 0 to 2 എന്ന് പറഞ്ഞില്ലേ, നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ സർക്കിളാണ് കണ്ടുപിടിക്കുന്നത്. സർക്കിൾ. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? 0 to 2 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ റീജിയനാണ് കിട്ടുന്നത്. നമുക്ക് ഫുള്ള് സർക്കിൾ വേണ്ടേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 4. അപ്പോൾ ദ റിക്വയർഡ് ഇസ് 4 ഇൻറ്റു ദിസ് ഹോൾ തിങ്. ഇതിന് വേണ്ടിയിട്ട് ഫോർമുലയാണ് ഞാൻ എന്തായാലും ഇപ്പോൾ എഴുതുന്നില്ല. ദ സെയിം കാര്യങ്ങളാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ആ ഫോർമുല എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഡയറക്റ്റ്ലി എഴുതാൻ വേണ്ടി പോകണം. 4 ഇൻറ്റു ഇതിന് a സ്ക്വയർ, ഇതാണ് നമ്മുടെ ഫോർമുല. ഞാൻ എഴുതൂലെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ എപ്പോഴും എഴുതാറുണ്ട്. ഇതിൻ്റെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമുല അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ എന്ന് വെച്ചാൽ 2 സ്ക്വയർ ആണ്. ഓക്കെ, 4 is this one need to be considered like this. 4ന് 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഫോർമുല നമുക്കറിയാം എന്തെന്നാണ്? എക്സ് ബൈ ടു. ഇത് ഫോർമുലയിലുള്ള 2 ആണ്, ആ 2 അല്ല കേട്ടോ. റൂട്ട് ഓഫ് എന്താണോ റൂട്ടിനകത്ത് അത് തന്നെ വരും, റൈറ്റ്? ഓക്കെ, ദെൻ പ്ലസ് യു ഹാവ് എ സ്ക്വയർ. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പം 4 തന്നെ, 4/2, a സ്ക്വയർ ബൈ 2. സൈൻ ഇൻവേഴ്സ് ഇവിടെ എന്താ വരിക? ഇവിടെ എക്സ് ബൈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2.
That's it. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് നമുക്കുള്ള ഫൈനൽ ആൻസർ. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ് ഫാസ്റ്റ് ദിസ് ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു, അപ്പോൾ നമുക്ക് 2 എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, ഇത് ഫുള്ള് ക്യാൻസൽ ആയി പോകും, ബിക്കോസ് ദിസ് ബിക്കംസ് 4 - 4, അത് പോയി. ഇത് വന്നിട്ട് നമുക്ക് 4/2 ആണ്. ഓക്കെ, അത് 2. ദെൻ ഇത് വന്നിട്ട് കട്ടായി പോകും, 1 കിട്ടും. സൈൻ ഇൻവേഴ്സ് 1 ഇസ് π/2. ചെയ്ത് നോക്കുക, കിട്ടും. എന്നിട്ട് മൈനസ് ഇവിടെ 0 ഇടണോ? ഓക്കെ, 0 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ 0 ആവും, ബിക്കോസ് എക്സിന് 0. ഇവിടെ ഇട്ട് കഴിഞ്ഞാലും ഇത് സൈൻ ഇൻവേഴ്സ് 0 is 0. So the whole thing is 0. So ഇവിടെ ഇല്ല. So what I'm getting here is this and this get cancelled, that is 2. അപ്പോൾ 2 × 2 4π എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ റിക്വയർഡ് ആൻസർ, ദാറ്റ് 2 സ്ക്വയർ യൂണിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. സോ ദാറ്റ് ഇസ് ആൻസർ ഫോർ മൈ 2016 മാർച്ചിൻ്റെ ആൻസേഴ്സ് ആയിരുന്നു. ഫൈൻ, മൂവ് ഓൺ ടു 2015 then. അപ്പോൾ അതായിരുന്നു നമ്മൾ 2016 ക്വസ്റ്റ്യൻസ്. വളരെ ഈസി ആയിരുന്നു. അതിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് 2 പാർട്ട് എയും ബിയും ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 2015 മാർച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനുള്ളത്. സോ ഹിയർ ആർ ദ ക്വസ്റ്റ്യൻസ്, 2015 മാർച്ചിൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ ജസ്റ്റ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, ജസ്റ്റ് സ്റ്റാർട്ട് ടു ഡു ഇറ്റ്. കിട്ടിയാൽ ഇറ്റ്സ് ഗുഡ്, ബിക്കോസ് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ലേ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് കിട്ടണം. അപ്പോൾ ഓർ എൽസ് വിൽ സ്റ്റാർട്ട് ടു ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കത് നോക്കാം. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൺ ടു 2015 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ f of x is equal to modulus of x minus 1 g of x is equal to, അപ്പോൾ g of x ഇവിടെ ഉണ്ട്, f of x ഉണ്ട് അല്ലേ, രണ്ടെണ്ണം തന്നിട്ടുണ്ട്. f of x എന്ന് വെച്ചാൽ എന്താ? modulus of x minus 1, g of x is 1 minus modulus of x. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് തന്നിട്ടില്ല. മോഡലസ് എന്ന് വെച്ചാൽ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, നമുക്കൊന്ന് ഗ്രാഫ് നമുക്ക് നോക്കാം എന്താ കിട്ടുകയെന്ന്. ഓക്കെ, ഇപ്പം മോഡലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് പോസിറ്റീവ്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ജസ്റ്റ് എഴുതുന്നത് മാത്രം. ഇപ്പം എക്സിൻ്റെ വാല്യൂ ഞാനിപ്പം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെളിയിൽ വരുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് വരും? 1 തന്നെ വരും അല്ലേ. ഇപ്പം ഞാൻ പറയുകയാണ് x is equal to -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി 7. ദാറ്റ് മീൻസ് ഓൾവേസ് ഒരു പോസിറ്റീവ് വാല്യൂവേ കിട്ടുള്ളൂ. ഓക്കെ, അത് ആലോചിക്കുക. മോഡലസ് എന്തായാലും നിങ്ങൾക്ക് 12th ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അറിയാം ഇതിനെപ്പറ്റി മോഡലസ്, പിന്നെ ചുമ്മാ കാണിച്ചതെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ഔട്ട്, ബിക്കോസ് അത് അറിയണം. ഇവിടെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഈക്വൽ പ്രപ്പോർഷൻ്റെ ഏകദേശം ഈക്വൽ ആയിട്ടുള്ളത് ഞാനൊരു മാർക്കിങ്സ് ചെയ്യാണ്. ഇത് നിങ്ങൾക്കറിയാം 1 2 3 4 അങ്ങനെ ഞാൻ ഏകദേശം ഉള്ള ഒരു റഫ്ലി ഓക്കെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് ഗ്രാഫ് നമുക്കൊന്ന് വരച്ചു നോക്കാം. ദിസ് ഇസ് യുവർ എക്സ് ആക്സിസ്, ദിസ് ഇസ് യുവർ വൈ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ഹിയർ, ആദ്യത്തെ ഫംഗ്ഷൻ നമുക്കെടുക്കാം എഫ് ഓഫ് എക്സ് മോഡുലസ് എക്സ്. വേണമെങ്കിൽ യു ക്യാൻ ഓൾസോ ഗോ അഹെഡ് ലൈക്ക് ദിസ് ആൻഡ് യു ക്യാൻ ഡ്രോ ഇറ്റ്. ഇപ്പം എഫ് ഓഫ് എക്സ് പല പല വാല്യൂസ് കൊടുക്കാം, എക്സിന് പല പല വാല്യൂസ് കൊടുക്കാം, നോട്ട് എഫ് ഓഫ് എക്സ്, എക്സിന് പല വാല്യൂസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടുകയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് പല വാല്യൂസ് കൊടുക്കുക, അതിനനുസരിച്ച് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് എന്ത് കിട്ടുമെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 2-3 എഴുതാം നമുക്ക്. 0. ഓക്കെ, ഇത് അടുത്ത വർഷം ഞാനിങ്ങനെ എഴുതില്ല, ഇത് ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക ഒരു സൈഡിൽ. 0 ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? 0 മോഡുലസ് ഓഫ് 0 ഇസ് 0. 0 - 1 എന്ന് വെച്ചാൽ -1. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? 1 മോഡുലസ് ഓഫ് 1 തന്നെയാണ്. 1 - 1 0. അടുത്ത ഇതെല്ലാം എക്സിൻ്റെ വാല്യൂസ് ആണ് കേട്ടോ, എക്സിൻ്റെ വാല്യൂസ്. അപ്പോൾ ഇത് വന്നിട്ട് എന്താ? ഇപ്പോൾ 2 ഇട്ടെന്ന് വെച്ചോ, 2 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 - 1 1. ഇനി അടുത്ത -1 ഇട്ടെന്ന് വെച്ചോ, -1 ദിസ് വിൽ ബിക്കം അഗെയിൻ 1. 1 - 1 അഗെയിൻ 0 അല്ലേ, അങ്ങനെ കിട്ടൂലേ? യെസ്. അടുത്ത 2 ഒന്ന് നോക്കിയേ, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 നോക്കാം. -2 2 ആവും. 2 - 1 ഇസ് 1. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൗ ഐ ആം ഗെറ്റിംഗ് ഹിയർ. ഇങ്ങനെ നോക്കിയേ, എക്സ് 0 ആയിരിക്കുമ്പോൾ എന്താ വാല്യൂ? -1 എന്ന് വെച്ചാൽ ഇവിടെയാണ് വാല്യൂ. 1 ആയിരിക്കുമ്പോൾ 0, 1 ആയിരിക്കുമ്പോൾ 0. ഇതാക്കാണ് 1 2 3 4 അങ്ങനെ കൗണ്ട് ചെയ്തോട്ടാ. 1 ആയിരിക്കുമ്പോൾ 0 ഹിയർ ഇവിടെ വരും. 1 - 1 ആയിരിക്കുമ്പോൾ എന്താ? എഗെയിൻ 0 എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് 1 2 3 4 5, ഇത് -1 -2. നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിച്ച് നിങ്ങൾ തന്നെ തന്നെത്താൻ എഴുതിക്കോട്ടാ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വളരെ ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഇത് ജസ്റ്റ് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നിങ്ങൾ കുറച്ച് വലുതായിട്ട് എഴുതിക്കോ 1 2 3 4 എന്ന്. എന്നിട്ട് ഇത് ഞാൻ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചെറുതായിട്ട് എഴുതി കേട്ടോ. ഓക്കെ,
എന്നിട്ട് ഞാൻ നോക്കി അടുത്ത 2 നോക്കി എവിടെയാണ് 1ലാണ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരും ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ലൈക്ക് ദിസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ഗ്രാഫ് ഇതാ ഇങ്ങനെ പോകും. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ പോകും, റൈറ്റ്. ഇത് താഴെ എവിടെയാണ് 0ൽ വരുന്നത്, 0ൽ എവിടെ എക്സിൻ്റെ അവിടെ 0 ആകുമ്പോൾ -1ൽ. അടുത്ത ഗ്രാഫ് ഒന്ന് നോക്കിയേ, നമുക്കൊന്ന് ജസ്റ്റ് റഫ്ലി നമുക്കിത് നോക്കി തന്നെ പോകാം, ടേബിൾ എഴുതുന്നില്ല. ഒന്ന് നോക്കിയേ, 0 ആകുമ്പോൾ എക്സ് 0 ആകുമ്പോൾ വാല്യൂ എന്താ 1 - 0 is 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇവിടെ വന്നു. എന്നിട്ട് അടുത്തത് ഇപ്പം ഞാൻ 1 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 0. അപ്പം ഇത് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഞാൻ -1 കൊടുത്തെന്ന് വെച്ചോ, അപ്പോഴും 1 - 0 1 - 1 അപ്പോൾ 0. ഇതിപ്പം ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഗ്രാഫ്. എന്നിട്ട് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ എ പാർട്ട് പറഞ്ഞ സ്കെച്ച് യുവർ ഗ്രാഫ് ആൻഡ് ഷെയ്ഡ് ദ ക്ലോസസ്റ്റ് റീജിയൻ. എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്, നമ്മളെ ഇതാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതിനെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വരയ്ക്കാം കേട്ടോ, സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ലിറ്റിൽ മോർ ബെറ്റർ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത്. യാ, ദിസ് വൺ ഇസ് ലൈക്ക് ദിസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വന്നിട്ട് 1ഉം ഇത് വന്നിട്ട് -1ഉം ഇത് വന്നിട്ട് 1ഉം ഇത് വന്നിട്ട് 1ഉം അല്ല ഇത് വന്നിട്ട് -1. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ ഷെയ്ഡഡ് റീജിയനകത്ത് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ വിച്ച് പാർട്ട്, നമ്മളെ സെക്കൻഡ് പാർട്ടിനകത്ത് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ, നമുക്കത് നോക്കില്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഇതേപോലെ ഒരു സെയിം സ്ട്രക്ചർ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ആസ് സിമിലർ ആസ് ഇത് എല്ലാം സെയിം പോലെ തന്നെ അല്ലേ. ഇവിടെ നോക്കിയേ, ഇത് 4ഉം സെയിം തന്നെയാണ്. കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പോർഷൻ മാത്രം എടുക്കണം. ശ്രദ്ധിച്ചു കേട്ടോളാം കേട്ടോ, ഞാൻ എന്താ പറയുന്നത്, ഈ ഒരു പോർഷൻ മാത്രം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ നമുക്കുള്ള കേർവ് ഏതായിരുന്നു, ഇപ്പോൾ ഈ ഒരു കേർവ് ഏതാണെന്നറിയണം, ഈ ഒരു കേർവ് ഏതാണെന്നറിയണം. ഇപ്പം ഈ ഒരു കേർവ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരച്ച കർവ് അല്ലേ, ആദ്യം വരച്ച നമ്മൾ ഇതിവിടെ ഇല്ലേ, ആദ്യം വരച്ച ഇത് f(x), ഇത് f(x)ൻ്റെ കർവാണ്. ഓക്കെ, ഇതല്ലേ നമ്മളിവിടെ f(x) നമ്മൾ എഴുതിയിരുന്നത് അല്ലേ, ഇവിടെ f(x). അപ്പോൾ ആദ്യത്തെ ആ കർവാണ്. ഇത് വന്നിട്ട് നമ്മൾ g(x)ൻ്റെ കർവാണ്. കർവല്ല സ്ട്രൈറ്റ് ലൈൻ. യെസ്, സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ടെക്നിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം മൾട്ടിപ്ലൈ 4 ടൈംസ്. അപ്പോൾ ഇതും കിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം. എവിടെ നിന്നാണ് റേഞ്ച്. സോ ഏരിയ ഓഫ് ദാറ്റ് ക്ലോസ്ഡ് ഷെയ്ഡിങ് അല്ലെങ്കിൽ ഏരിയ കംപ്ലീറ്റ് റിക്വയർഡ് ഏരിയ തന്നെ നമുക്ക് ചെയ്യാം. സോ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു 4 ടൈംസ് വാട്ട് 0 to ഇത് ഈ പോയിൻ്റ് ഏതാ 1. 0 to 1 നമ്മളെ ഫംഗ്ഷൻ ഏതാ, ഈ ഒരു ഒന്നാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ g(x) എന്താ പറയുന്നതിനാ 1 - മോഡുലസ് ഓഫ് x. അപ്പം നമുക്ക് മോഡുലസ് വിട്ടിട്ട് എടുക്കാം. അപ്പോൾ 1 - x. ഓക്കെ, ലെറ്റ്സ് സി 1 - x dx. അപ്പോൾ അങ്ങനെയാണെങ്കിൽ what you get here is നമുക്ക് എന്താ കിട്ടുക 4 into ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ x ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x - x²/2 0 to 1. നമുക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും 4 into 1 ഇട്ട് കഴിഞ്ഞാൽ 1 minus this will be 1/2. അപ്പോൾ 1 minus 1/2. ഓക്കെ, അടുത്ത 0 നമുക്ക് ഇടുമ്പോൾ അതങ്ങ് പോവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് 4 into ഇത് വന്നിട്ട് ഹാഫ് വരും. ആൻഡ് വാട്ട് യു ആർ ഗെറ്റിംഗ് ഹിയർ ഇസ് 2 സ്ക്വയർ യൂണിറ്റ്. സോ ദാറ്റ് ഈസ് മൈ ഏരിയ ഫോർ ദ ടോട്ടൽ എൻക്ലോസ് സർഫസ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ 5-year ക്വസ്റ്റ്യൻ പേപ്പർ. സോ ദാറ്റ് ഇസ് ഡൺ. അപ്പോൾ ഐ തിങ്ക് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ അബൌട്ട് application of definite integral. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് മീ ആസ് ഐ ഹാവ് യൂഷ്വലി യൂസ് ടു ടെൽ യു. എൻ്റെ നമ്പർ കാര്യങ്ങളുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് മെസ്സേജ് മീ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ വി വിൽ ക്ലാരിഫൈ ഇറ്റ്. വി വിൽ ജസ്റ്റ് ഫിനിഷ് ഓഫ് ഓൾ ദീസ് തിങ്സ് യാർ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതെല്ലാം ഒന്ന് തീർക്കാം. ഓക്കെ, അപ്പോൾ നത്തിങ് മച്ച് ടു സേ നൗ. അപ്പോൾ നല്ലോടത്തെ പഠിക്കുക. ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് ഒരു ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ത്രൂ ഇറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വാട്ട് ഐ അഗെയിൻ വോണ്ട് ടു ടെൽ യു ഇസ് എക്സസൈസിനെ കാട്ടി എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഇഫ് ഐ കുഡ് ഏബിൾ ടു ഡു സംതിങ് ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് അരുൺ ഹിയർ. See you on the next section then.